പ്രൈസ് ദി ലോർഡ്. ഒരാളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, ആരെങ്കിലും ദൈവിക ആത്മാവിന്റെ നടത്തിപ്പനുസരിച്ച്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ ചില ദിവസങ്ങളായി ഞങ്ങളുടെ വചനം പഠിക്കുവാനായിട്ട് കർത്താവെ ഓൺലൈനിലൂടെ ഞങ്ങൾ കർത്താവെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, വചനം പഠിപ്പിക്കുന്ന കർത്താവ് ദൈവാസന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ആവശ്യമായ ദൈവ കർത്താവ് പകർന്ന് അത് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ, പഠിച്ച ദൈവത്തിന് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാരം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ കർത്താവ് ഒരുക്കിയല്ല കർത്താവിനായി നന്ദി. അനേക കാര്യങ്ങൾ കാണാതെ കിടക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിച്ചതിനായി നന്ദി. ഇന്ന് കാലം രാത്രികാലവും കർത്താവെ ഞങ്ങളുടെ വചനം പഠിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ദാസിനെ സഹായിക്കണം, ശക്തീകരിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പ്രവർത്തി കാണുവാൻ സഹായിക്കണം. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മൂടണം. സകലമാനവ മഹത്വം കർത്താവ് എടുക്കും. താഴ്വിട് വീക്ഷിക്കുന്നു. കുറിമുളക്കണം പൊന്നു പിതാവേ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ആരംഭമായിട്ട് ഒരു ശിഷ്യന്റെ അടയാളങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു ശിഷ്യന് എന്തെല്ലാം അടയാളങ്ങളുണ്ട്, അതാണ് നമ്മൾ ഈ രാത്രിയിൽ ആദ്യമായിട്ട് ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് തൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും. കർത്താവിന്റെ ഒടുവിലത്തെ ആഗ്രഹം അതായിരുന്നു. ഇതിനെ ഗ്രേറ്റ് കമ്മീഷൻ ആണെന്നാണ് വിളിക്കുന്നത്. യേശുവിന്റെ മഹത്തായ നിയോഗം എന്നാണ് ആ വാക്യത്തിന് മത്തായി 28:18-19 വാക്യങ്ങൾക്ക് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേര്. അപ്പൊ കർത്താവിന്റെ സാക്ഷികളായി മാറണം, ഭൂമിയെമ്പാടും പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം എന്നുള്ളതായിരുന്നു കർത്താവ് ഒടുവിലായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി, അപ്പോസ്തല പ്രവൃത്തി 1:8 28 അധ്യായങ്ങളുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ താക്കോൽ വാക്ക് എന്ന് പറയുന്നത്. താക്കോൽ വാക്ക് എന്ന് പറയുമ്പോൾ 28 അധ്യായങ്ങളെയും ആ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വാക്യം കൊണ്ട് നമുക്ക് തുറക്കാൻ കഴിയും. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും മറ്റ് അധ്യായങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. 1:8 നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാനത് പറയുണ്ടായി. ഒന്നുകൂടി ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾക്ക് യെരൂശലേമിലും യഹൂദയിലും അറ്റത്തും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നാണ് കിടക്കുന്നത്. അപ്പൊ ശക്തി ലഭിക്കാതെ അവർക്ക്, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോയി കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ശക്തി അവർക്കില്ലായിരുന്നു. നമുക്കറിയാം, മത്തായി 10:2-3-4 വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, മർക്കോസ് 3 അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം തന്നെ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും സകല വ്യാധികളുടെ മേലും അധികാരമുണ്ടാകേണ്ടതിനുമാണ് 12 പേരെ നിയമിച്ചത്. അപ്പോൾ അവരെ നിയമിച്ചതിന്, അവരെ തെരഞ്ഞെടുത്തതിന്റെ പുറകിൽ കർത്താവിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്ത് ഉദ്ദേശമായിരുന്നു? പ്രധാനമായും 4 ഉദ്ദേശങ്ങൾ. തന്നോടുകൂടെ ഇരിക്കുക, ടു ബി വിത്ത് ഹിം. തന്നോടുകൂടെ ഇരിക്കുക എന്ന വാക്കിന് നമുക്ക് അതിനെ ലഘൂകരിച്ച, സിംപ്ലിഫൈ ചെയ്താല് നമുക്ക് പറയാൻ കഴിയും, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നാണ് അർത്ഥം. തന്നോടുകൂടെ ഇരിക്കുക എന്ന വാക്കിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പം തന്നോടുകൂടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. രണ്ടാമതായിട്ട് പ്രസംഗിക്കേണ്ടതിന് അയക്കുക എന്ന് പറഞ്ഞ അർത്ഥം ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ എവരിവെയർ എന്ന് പറഞ്ഞാൽ ദൈവവചനം പരസ്യമാക്കുക, ദൈവവചനം എല്ലായിടത്തും കൊണ്ടുപോവുക. ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം അവിടെ കാണുന്നത്. മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് സകല
ഭൂതങ്ങളുടെ മേലും അധികാരം ഉണ്ടാകുവാൻ, ദുർഭൂതങ്ങളുടെ മേൽ അധികാരം, സകല വ്യാധികളെയും സൗഖ്യമാക്കുവാൻ കർത്താവ് 12 പേരെ നിയമിച്ചു എന്നാണ് ഇവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എക്യൂപ്പ് ചെയ്യുക, ഒരുക്കുക എന്നുള്ളതായിരുന്നു. ടു എക്യൂപ്പ് ഫോർ ദ ഫർദർ മിനിസ്ട്രി. അതായിരുന്നു യേശുവിന്റെ തെരഞ്ഞെടുപ്പ്, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. 18-19 ലൂക്കോസ് 10-ന്റെ 19-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് കാണാൻ കഴിയും. 70 ശിഷ്യന്മാരെ യേശു ഈ 12 പേരെ കൂടാതെ 70 പേരെ കൂടെ തെരഞ്ഞെടുത്തു. എന്നിട്ട് 2 പേരായി യേശു അയച്ചു. അവർ പോയപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിങ്കൽ ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങി. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് യേശുവിനോട് റിപ്പോർട്ട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കളും ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയപ്പോൾ ഞാൻ നിങ്ങൾ പോയ വഴിയിൽ എൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആകാശത്ത് നിന്ന് ദുഷ്ടപിശാച് മിന്നല് താഴോട്ട് വീഴുന്നത് പോലെ നിങ്ങൾ ശാസിച്ചപ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തെ ഉച്ചരിച്ചപ്പോൾ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതിൽ സന്തോഷിക്കാനൊന്നുമില്ല. നിങ്ങളുടെ പേര് എൻ്റെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കർത്താവ് ഒരുവനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് അവനെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിന്റെ നാമം ഉച്ചരിച്ചാൽ അത്ഭുതം നടക്കും. കർത്താവിന്റെ നാമത്തിലാണ് അത്ഭുതം. അവർ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. മർക്കോസ് 16-ന്റെ 15-16 ഒക്കെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ കാണാൻ കഴിയും. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവരെന്നാ പറഞ്ഞത്, മനസ്സിലായോ? യേശു വിശ്വസിക്കുന്നവരാൽ നടക്കും എന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേക വരം ഒന്നും ഉടങ്ങും പറയുന്നില്ല, കൃപാവരങ്ങളുടെ കാര്യം ഒന്നും പറയുന്നില്ല. വിശ്വാസം മാത്രമാണ് അവിടുത്തെ പ്രഖ്യാപനം. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ അടുക്ക വന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, കർത്താവെ, നിന്റെ നാമത്തില് ഞങ്ങൾക്ക് ഭൂതങ്ങളും പുറത്താകുന്നു, ഞങ്ങൾക്ക് ഭൂതങ്ങളും കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയും. എന്നാൽ അവിടെ പറയുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒരിക്കലും നിങ്ങൾക്ക് ഹാനി വരുത്തത്തില്ല, ഒരു ദോഷവും വരുത്തത്തില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനത് മനസ്സിലാക്കുന്ന സത്യം ഇത്രയേ ഉള്ളൂ. ശിഷ്യന്മാരെ 12 പേരെ അല്ല യേശു തെരഞ്ഞെടുത്തത്. പിന്നെയും അവൻ അനേകരെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവ്, നമുക്ക് അറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ആസ് മൈ ഫാദർ സെൻഡ് മീ, ഐ ആം ഓൾസോ സെൻഡിങ് യു എന്ന് പറയുന്നൊരു വാക്യമുണ്ട് 20-ാം അധ്യായത്തിൽ. അത് കർത്താവിനെ ലോകത്തിലേക്ക് പിതാവ് അയച്ചത് ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം എടുക്കാണ്, ഒന്ന് എടുത്തോട്ടെ. യോഹന്നാന്റെ സുവിശേഷം അതായത് 20-ാം അധ്യായത്തില് 20-ാം അധ്യായത്തിലെ 21-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ആസ് മൈ ഫാദർ സെൻഡ് മീ, ഐ ആം ഓൾസോ സെൻഡിങ് യു. അപ്പം പിതാവ് യേശുവിനെ ഒരു മിഷണറി ആയിട്ടാണ് ലോകത്തിലേക്ക് അയച്ചത്. ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ദൈവം അയച്ചത്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ലായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ കൂടാതെയാണോ ഭൂതങ്ങളെ പുറത്താക്കിയത്?
ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കണം എന്താ പറയുന്നെന്ന്. അപ്പൊ അതിനുശേഷം യേശു പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതിന് വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപിരിയാതെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെയാണ്? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം, 4-ഉം 5-ഉം വാക്യം. എന്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ശുശ്രൂഷ ചെയ്തിട്ടില്ലേ? കർത്താവ് 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി എന്നൊക്കെയാണ് കിടക്കുന്നത്. എന്നിട്ട് പിന്നെയും പറയുക, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ എന്താണ് ഈ ശക്തി? നേരത്തെ പ്രാവശ്യമൊന്നും അല്ലായിരുന്നോ എന്ന് കാണാൻ കഴിയും. ഈ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇതിനോട് ചേർന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു വാക്യം, ഇതിനോട് ചേർന്ന ഒരു വാക്യം കാണാനായിട്ട് കഴിയും. അതായത് നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു എന്ന് കാണാനായിട്ട് കഴിയും. 10-ാം അധ്യായത്തിലെ 38 അല്ലേ, 38 അതന്നെ 38-ാം വാക്യം. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് വാദിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ആ പദത്തിൽ, ആ വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്, എന്ന് ശ്രദ്ധിച്ചാൽ കാണാം. അപ്പൊ നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും, പരിശുദ്ധാത്മാവും ശക്തിയും രണ്ടാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയല്ലേ, പിന്നെന്താണ് അങ്ങനെ പറയുന്നത്? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും. അപ്പോൾ ആ അഭിഷേകം രണ്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയുടെ അഭിഷേകവും. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവനോടുകൂടെ ഇരുന്നു. അഭിഷേകം ചെയ്തതുകൊണ്ട്, അഭിഷേകം എന്ന വാക്കിന് അനോയിന്റിങ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷില്. അനോയിന്റിങ് എന്ന പദത്തിന്റെ അർത്ഥം സെപ്പറേറ്റിംഗ് ഫോർ ദ പെക്കൂലിയർ പർപ്പസ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിക്കുക എന്നാണ് അനോയിന്റിങ്. പഴയ നിയമത്തിൽ തൈലമൊക്കെ പൂശിയാണ് അനോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്, അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യുമ്പോൾ തൈലാഭിഷേകമൊക്കെ നൽകിയാണ്, ആ തൈലം കൊണ്ട് പൂശിയാണ് അല്ലെ. അതായത് ശൗമേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്തത് തൈലം കൊമ്പെടുത്തുകൊണ്ടായിരുന്നു. ദാവിദിനെ അഭിഷേകം ചെയ്തതും തൈലക്കൊമ്പെടുത്തുകൊണ്ടായിരുന്നു. പക്ഷെ അഭിഷേകം എന്ന വാക്കിന് എന്താണ് അർത്ഥം? ക്രിയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ടു സെപ്പറേറ്റ്, ഇംഗ്ലീഷിൽ വേർതിരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് അനോയിന്റിങ് ഈസ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതിന് അർത്ഥവ്യത്യാസം ഉണ്ടെന്നാണ് തിയോളജിയൻസ് പറയുന്നത്, വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദൈവാത്മാവിന്റെ അഭിഷേകവും ദൈവാത്മാവിന്റെ നിറവും ദൈവാത്മാവിന്റെ മുദ്രയും ദൈവാത്മാവിനാലുള്ള സ്നാനവും എല്ലാം പ്രത്യേക അനുഭവങ്ങളാണ് എന്നാണ് തിയോളജിയൻസ്, വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമുക്ക് പറയാനുള്ളത്, നമുക്ക് അതൊന്നിലേക്കൊന്നും ദൈവശാസ്ത്രത്തിലേക്ക് ഇന്ന് കിടക്കുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ശിഷ്യത്വമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ, അതായത് യോനാസ്നാപകൻ ഒരിക്കൽ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവന്റെ എന്നെക്കാട്ടിലും വലിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാനായിട്ട് ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവനോ വെള്ളം കൊണ്ടും തീ കൊണ്ടും അഭിഷേകം ചെയ്യും, ജലം കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ അഭിഷേകം ചെയ്യും. അപ്പൊ വെള്ളത്താലുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരൊക്കെ അന്യഭാഷ പറയാറുണ്ട്. വ്യവസ്ഥ പ്രകാരം അതിന് തെളിവുണ്ട്. പരിശുദ്ധാത്മാവ് വന്നപ്പോ അതിന്റെ അടയാളമായിട്ട് അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. കൊർന്നല്യോസിന്റെ വീട്ടിൽ 10-ാം അധ്യായത്തിൽ, അപ്പോസ്തലർ 10-ാം അധ്യായത്തിൽ എഫെസോസിൽ വെച്ച് ആക്ട്സ് 9 അത് വായിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ 19-ാം അധ്യായത്തിൽ, ആക്ട്സ് 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ അത് മാത്രമല്ല, 8-ാം അധ്യായത്തിൽ, അപ്പോസ്തലർ 8-ാം അധ്യായത്തിൽ നമ്മൾ 14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പത്രോസൊക്കെ ശമരിയയിലുള്ള ആൾക്ക് വിശ്വാസികളുടെ മേൽ കൈവച്ചപ്പോൾ അവർ ആത്മനിറവുള്ളവരായി അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് വായിക്കുന്നു. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത്
ആത്മാവിന്റെ നിറവിന്റെ അടയാളമാണ്, സൈനാണ്, വെറും ഒരു സൈനാണ്. പക്ഷേ 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കോരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന അന്യഭാഷയും പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ ഉണ്ടായ അന്യഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ 4 വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2:4 ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരുടെ മേലും അഗ്നിനാവുകൾ പ്രത്യക്ഷമായി അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്നാണ് കിടക്കുന്നത്. അതിന്റെ 11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹൂദ മതാനുസരികളും ക്രേത്തരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഞാനിത് പറയുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പാസ് ഓവർ സെലിബ്രേഷന്, പെസഹ പെരുന്നാളിനായി ഭൂമിയുടെ 4 കോണിലും ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ വന്നു ചേർന്നു പെരുന്നാളിന് വേണ്ടി. അന്ന് ആളിലാണ് ഈ 10 പെന്തക്കോസ്ത് നാളിലാണ് എന്ത് സംഭവിക്കുന്നത്? യഹൂദന്മാരുടെ പെരുന്നാളായ പെസഹ പെരുന്നാൾ അല്ലെങ്കിൽ പാസ് ഓവർ സെലിബ്രേഷന്റെ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ അഭിഷേകത്തിന്റെ നിറവ് മർക്കോസിന്റെ മാളിക മുറിയിൽ സംഭവിക്കുന്നത്. അപ്പൊ പത്രോസ് അവിടെ എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കൊടിയ മുഴക്കം പോലെ കേട്ടിട്ട് അവിടെയുള്ള ആളുകളെല്ലാം കൂടെ ഈ ശബ്ദം എന്താണെന്ന് അറിയാനായിട്ട് ഓടിക്കൂടുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഓർപ്പ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ സാഹചര്യം കൊണ്ട്. അപ്പോൾ അവർ ഈ പത്രോസ് പ്രസംഗിച്ചതെല്ലാം അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി ഇവരെന്താണ് പറയുന്നത്. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളിലേക്ക് വരുമ്പം ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ, താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ അന്യഭാഷ ആർക്കും മനസ്സിലാകത്തില്ല. കൊരിന്ത്യ സഭയിലെ അന്യഭാഷ അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇവിടെ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും തിരിച്ചറിഞ്ഞു. 2 അധ്യായം 11 വാക്യത്തിൽ പറഞ്ഞു നമുക്ക് എല്ലാവരുടെയും ഭാഷയിൽ അത് തിരിച്ചറിഞ്ഞു, മനസ്സിലായി. പക്ഷെ കൊരിന്ത്യ സഭയിലെ അന്യഭാഷ 1 കൊരിന്ത്യർ 14 2 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുക, അവരവർക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുക. സംസാരിക്കുമ്പോൾ അവന് ആത്മീയവർദ്ധന ഉണ്ടാക്കുക. എഡിഫിക്കേഷൻ പർപ്പസ് ആണ്. എഡിഫിക്കേഷൻ ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മീയവർദ്ധന വരുന്നു. അവന്റെ ആത്മീയത്തിന്, സ്പിരിച്വാലിറ്റിക്ക് എഡിഫിക്കേഷൻ സംഭവിക്കുന്നു, ആത്മീയവർദ്ധനവും സംഭവിക്കുന്നു. കേൾക്കുന്നവൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പെന്തക്കോസ്ത് നാളിൽ യെരുശലേം മേൽ വെച്ച് സംഭവിച്ച അന്യഭാഷയും കോരിന്ത്യ സഭയിൽ സംസാരിക്കുന്ന അന്യഭാഷയും തമ്മിൽ ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും. എനിവേ, നമ്മളിപ്പം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കാര്യം അന്ന് ദൈവസഭ ഉടലെടുത്തില്ലായിരുന്നു. പെന്തക്കോസ്ത് നാളിലാണ് സഭ ഉടലെടുക്കുന്നത്. അന്ന് 3000 പേര് സ്നാനമേറ്റ് സഭയോട് ചേർന്നു. ദിനം രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തു. അപ്പൊ പഴയ നിയമസഭയുടെ ബാലൻസ് അല്ല പുതിയ നിയമസഭ. പഴയ നിയമത്തെ സഭയുടെ ആചാരം അനുസരിച്ചുള്ള കൂട്ടമല്ല പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ ആ സഭ പറയാണ്. അപ്പോൾ 2:38 അപ്പോൾ 2:38 ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ദൈവം കർത്താവും രക്ഷിതാവുമായി ഉയർത്തിയെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ക്രൂശിച്ച എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടു. കേൾക്കുന്ന ആളുകളുടെ അവർ ചോദിച്ചു ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് സഭയുടെ പെന്തക്കോസ്ത് നാളിൽ ആ പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒരു ഉപദേശം പറഞ്ഞു. നിങ്ങൾ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞത്? 38 വാക്യം, സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. ഇതാണ് പെന്തക്കോസ്ത് സഭയുടെ ഉപദേശം.
അതായത് പെന്തക്കോസ്തിന്റെ സഭയ്ക്ക് 7 അടിസ്ഥാന ഉപദേശങ്ങളാണ്. ആ 7 അടിസ്ഥാന ഉപദേശം ഇവിടെ പറയുന്നു. ഒന്ന്, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവനാണ് യേശു ക്രിസ്തു സ്നാനപ്പെടേണ്ടത്, വിശ്വാസ സ്നാനപ്പെടേണ്ടത്. അപ്പൊ 1 കഴിഞ്ഞിട്ടാണ് 2. 2-ന് മുമ്പല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കണം. 3. 4-മത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കണം, ജീവിതത്തിൽ വേർപാട് പാലിക്കണം. 4. 5-മത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ അപ്പോസ്തലന്മാരുടെ 42-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. 6-മത്തെ കാര്യം പറഞ്ഞ് അവർ കൂട്ടായ്മ ആചരിച്ചു. 7-മത്തെ കാര്യം അപ്പം നുറുക്കും പ്രാർത്ഥനയും. ഇതാണ് 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് പെന്തക്കോസ്ത് സഭയുടെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പം സഭ ആരംഭിച്ചത് എവിടെ വെച്ചാ? പെന്തക്കോസ്ത് നാളിലാണ്. മുമ്പുണ്ടായിരുന്ന സഭയൊക്കെ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള സഭകളായിരുന്നു. എന്നാൽ യഹൂദനും ജാതിയും ഒരുമിച്ച് കൂടിയതാണ് ക്രിസ്തീയ സഭ. അവിടെ വ്യത്യാസമൊന്നുമില്ല. അവിടെ വ്യത്യാസമൊന്നുമില്ല. അവിടെ ജാതി ചിന്തയില്ല, വർഗ വ്യത്യാസമില്ല. വിശ്വസിക്കുന്നവരെ കർത്താവ് ദിനം പ്രതി, അതായത് 47-ാം വാക്യം, അപ്പോസ്തലർ 2-ാം അധ്യായം 47-ാം വാക്യം, അങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ സഭയിൽ ചേർക്കുന്നത് മനുഷ്യരല്ല, കർത്താവാണ് സഭയിൽ ചേർക്കുന്നത് ഓരോരുത്തരെ. സ്വർഗത്തിലെ രജിസ്റ്ററിന്റെ അകത്ത് പേരില്ലാത്തവൻ ഭൂമിയിലെ സംഘടനയുടെ ആളാകത്തേ ഉള്ളൂ. ഓരോ സംഘടനകളുണ്ട്, ഇഷ്ടം പോലെ, ആയിരക്കണക്കിന് ക്രിസ്തീയ സഭകളാണ്, ഡിനോമിനേഷൻസ് ആണ്, ഓർഗനൈസേഷൻസ് ആണ്. അത് ഓരോരുത്തരുടെയും നിലനിൽപ്പിന്, ഓരോരുത്തരുടെയും കസേരയ്ക്ക് വേണ്ടി അവരവരൊക്കെ ഓരോ കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ സഭ എന്ന് പറഞ്ഞതിൻ്റെ അകത്തുണ്ട്, ഈ സംഘടനയ്ക്കകത്തുണ്ട്. പക്ഷെ സഭ എന്ന് പറയുന്നതിന്റെ അർത്ഥം മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ്, അതുപോലെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അതെല്ലാ കൂട്ടങ്ങളിലും ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ സംഘടനയ്ക്കകത്തും സഭ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ സഭയല്ല സംഘടന, അത് മനസ്സിലാക്കണം. സംഘടന എന്ന് പറയുന്നത് മറ്റൊരു ഒരു ഉദ്ദേശത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്നെയാണോ എന്ന് ഈ കാലങ്ങളിൽ നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വചനപ്രകാരം അല്ലാത്ത കൂട്ടങ്ങളെ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ആത്മാവിനാലുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനമുണ്ട്. പരിശുദ്ധാത്മ സ്നാനവും ശക്തി കൊണ്ടുള്ള സ്നാനവും ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരംഭത്തില്. ഇപ്പൊ നമ്മൾ പറയുക, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏൽപ്പാൻ എന്തോ എടുക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കാൻ എന്തോ ചെയ്യണം. ഞാൻ അന്യഭാഷ പറയാൻ എന്തോ ചെയ്യണമെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വന്നാൽ അതിന്റെ അടയാളമായിട്ട് അന്യഭാഷ പറഞ്ഞിരിക്കും. അതിന് ഒരു സൈൻ ഉണ്ട്, ഒരു അടയാളമുണ്ട്, വേദം എമ്പാടുമുണ്ട്. നമുക്കതിൽ ഇന്ന് നമ്മള് ന്യൂമാട്രോളജി അല്ല പറയുന്നത്, ക്രിസ്ത്യ ശിഷ്യത്വ പറയുന്നത്. ന്യൂമാട്രോളജി പറഞ്ഞാൽ പരിശുദ്ധാത്മ ശാസ്ത്രത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ഫൗണ്ടേഷൻ, നമ്മൾ ശിഷ്യത്വം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേദപുസ്തകം പറയുന്ന വ്യവസ്ഥകൾ എന്താണ്. പിന്നെ നമ്മൾ ശക്തിയെ കുറിച്ച് പറയും, ശക്തി ലഭിച്ചിട്ട്. ഒന്ന്, അപ്പോസ്തലർ 2-ാം അധ്യായം 38-ാം വാക്യം, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച്, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പം ഒന്ന്, വചനത്തെ അനുസരിക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സ്നാനമേൽക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തുവാ എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 6-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനെ മരിച്ചതിന് ശേഷം വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങുമ്പോൾ ഒരു അടക്കത്തോട് സദൃശമാണ് എൻ്റെ പഴയ ജീവിതം ഞാൻ കുഴിച്ചിടുന്നു. അവിടുന്ന് എഴുന്നേറ്റ് വരുമ്പം ഇനി ഞാൻ പഴയതല്ല, എൻ്റെ ജീവിതമാകമാനം പുതിയതായി തീർന്നു. ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കും, അവനോടുകൂടെ ഞാൻ വാഴും. അപ്പം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാദൃശ്യമാണ് സ്നാനപ്പെട്ട ഒരുവൻ കയറുമ്പോൾ. എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാര് ഈ വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനം നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിന്റെ അർത്ഥം യേശു കർത്താവ് വളരെ വെള്ളമുള്ളതാ സ്നാനപ്പെട്ടത്. ഫിലിപ്പോസിനെ ഷണ്ണനെ സ്നാനപ്പെടുത്തിയെടുത്ത് വളരെ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ വാക്യത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല, നമ്മുടെ ശിക്ഷ സ്നാനമൊന്നും അല്ല, അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. വെള്ളം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അടക്കുന്നത് ഒരു സ്പ്രിംഗ്ലിംഗ് അല്ല,
മരിച്ച ഒരു വ്യക്തിയെ കുറച്ച് മണ്ണ് വാരിയിട്ട് കുറച്ച് അങ്ങോട്ട് എടുത്തെറിഞ്ഞാൽ അത് നാറ്റം വെക്കാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ നാറാൻ തുടങ്ങും. പക്ഷെ പൂർണ്ണമായിട്ട് മണ്ണ് കൊണ്ട് മൂടണം. അതുകൊണ്ട് ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു മരണവും അടക്കവും പുനരുദ്ധാനത്തിനും സാദൃശ്യമാണെന്നാണ് റോമർ 6:2, 3, 4 വാക്യങ്ങളിൽ പറയുന്നത്. അപ്പൊ അടക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ജലത്തിന്റെ അകത്ത് മുങ്ങണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, കരയ്ക്ക് മുക്കുന്ന ആളും വെള്ളത്തിൽ മുങ്ങുന്ന ആളും നിൽക്കുകയല്ല, രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങണം. യോഹന്നാനും വെള്ളത്തിൽ ഇറങ്ങി, യേശുവും വെള്ളത്തിൽ ഇറങ്ങി. അങ്ങനെയാണ് വ്യവസ്ഥയിൽ കിടക്കുന്നത്. ഫിലിപ്പോസും ഇറങ്ങി, ഷണ്ണനും വെള്ളത്തിലേക്ക് ഇറങ്ങി. രണ്ടുപേരും ഇറങ്ങണം. ഒരാൾ കരയ്ക്ക് എന്നുകൊണ്ട് വെള്ളം കോരി തലയിലോട്ട് ഒഴിച്ചാൽ പോരാ. അങ്ങനെയാണ് വ്യവസ്ഥയിൽ. അങ്ങനെ വ്യവസ്ഥയിൽ വാക്യമില്ല, അങ്ങനെ ഒരു പ്രമാണമില്ല. അപ്പം ഒന്നാമത്തെ കാര്യം, പാവമോചനം പ്രാപിക്കണം. നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്താ പറയുക. അപ്പം ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പരിശുദ്ധന്റെ അഭിഷേകമാണ്. ഇത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്, ഇത് പരിശുദ്ധന്റെ ആത്മാവാണ്. ഇത് പ്രാവിനെ പോലെയാണ്. യേശു സ്നാനമേറ്റ ഉടനെ ആ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന രൂപത്തിൽ അവന്റെ മേൽ വന്നു നടക്കുന്നത്. പ്രാവെന്ന ഒരു രൂപത്തിൽ അവന്റെ മേൽ വന്നു, അവന്റെ ഷോൾഡറിൽ ഇരുന്നു. അവൻ അപ്പോൾ അങ്ങനെ പറയാം, അപ്പോൾ സ്വർഗം തുറന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ചു അവിടെ. പിതാവ് മോളിൽ സംസാരിക്കുന്നു, പുത്രനായ യേശു വെള്ളത്തിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വന്ന് അവന്റെ തോളിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേദപുസ്തകത്തിന്റെ പ്രമാണം എന്ത്? ഒന്നാമത്തെ കാര്യം പാപമോചനം പ്രാപിക്കണം. രണ്ടാമത്തെ കാര്യം യോഹന്നാൻ 7:37 വാക്യത്തില് കാണുന്നുണ്ട്. യോഹന്നാൻ 7:37 കാണുന്നുണ്ട്, ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ ഏവനും എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായിട്ട് വാങ്ങി കുടിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ദാഹം ഉണ്ടായിരിക്കണം. അഭിഷേകം, ആത്മാവിന്റെ നിറവ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ആ വ്യക്തിക്ക്, മറ്റൊരാൾക്കല്ല, പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വിശപ്പ് പോരാ, ഒരു ദാഹം വേണം. വിശന്ന് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ ദാഹിച്ചിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ദാഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാഭിഷേകം പ്രാപിക്കണമെന്നുള്ള വിശപ്പല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? ദാഹമാണ്. എനിക്കിത് കൂടാതെ പറ്റത്തില്ല, എനിക്ക് ആവശ്യമാണ്. കർത്താവിന്റെ ദൈവമേ, എന്നെ നിന്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ എന്നുള്ള ദാഹിക്കുമ്പോൾ നമുക്ക് എവിടുന്ന് ഇച്ചിരി വെള്ളം കിട്ടുന്ന ഓർക്കുന്നത്. ആരുടെ വീട്ടിൽ നിന്നാണേലും ആ ഇച്ചിരി സ്വല്പം വെള്ളം നമുക്ക് അതിനു വേണ്ടിയാണ്. കലക്ക വെള്ളമാണേലും കോരി കുടിക്കും ഇത്ര ദാഹിച്ചാൽ. ഇത് കലക്ക വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആരൊന്നും മാറത്തില്ല. അപ്പൊ ദാഹത്തിന് അത്രത്തോളം ബലമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിഷേകം പ്രാപിക്കാതെ, എനിക്ക് ആത്മാവിനെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ എന്നൊരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ, ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റിനെ കുറിച്ചല്ല, ദാഹത്തെ കൊന്നു അത്രത്തോളമുള്ള ഒരു ആവശ്യബോധം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നിറയ്ക്കുമെന്നാണ്. സ്നാനവും വിഷയമല്ല, ഇവിടെ ഒന്നും വിഷയമല്ല. സഭയും വിഷയമല്ല, ഇവിടെ ഒന്നും വിഷയമല്ല. സഭയൊക്കെ ദൈവം മനുഷ്യനുണ്ടാക്കിയതാണ്. ഞാനല്ലേ സഭ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സംഘടനകളൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. ദൈവത്തിന് ആവശ്യം നമ്മുടെ ആത്മാവാണ്, നമ്മളെയാണ് ദൈവത്തിന് ആവശ്യം. അപ്പൊ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊരു ജയകരമായ ക്രിസ്തുവിനെ നയിപ്പാൻ സാധിക്കത്തുമില്ല ഈ ഭൂമിയിൽ. ഒരു യഥാർത്ഥ ശിഷ്യനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാവിന്റെ സാന്നിധ്യവും നിറവും ആ സഹായവും ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞ? ഒന്ന്, പാവമോചനം പ്രാപിക്കണം. രണ്ടാമത് നമുക്ക് ദാഹം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ, അപ്പോസ്തലപ്രവൃത്തി 5:32 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 5:32 വാക്യത്തിൽ കിടക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ഞാനത് വായിക്കുകയാണ്. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവം ആർക്കാ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അപ്പൊ അനുസരണം കെട്ടവന്റെ മേൽ ആത്മാവ് വന്നാലോ? ദൈവത്തെ അനുസരിക്കത്തില്ല, അവനവന് ബോധിച്ച വണ്ണം നടക്കും, ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും, ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഈ ലോകത്തില് പലയിടത്തും ദൈവവചനപ്രകാരമുള്ള ജീവിതം ഇല്ല, ദൈവത്തെ അനുസരിക്കുന്ന പരിപാടിയില്ല, അനുഭവമില്ല, പക്ഷെ അന്യഭാഷയുണ്ട്. ഇതെങ്ങനെ വന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ വാക്യം അനുസരിച്ച് അപ്പോസ്തലപ്രവൃത്തി 5:32 വാക്യം അനുസരിച്ച് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അനുസരിക്കാത്തവർക്ക് നൽകുന്ന ആത്മാവ് ഏതാണ്? എഫെസ്യർ 2:2 വായിച്ചു നോക്കൂ, അവിടെ കാണാൻ കഴിയും.
അനുസരണം കെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും ഒരിക്കൽ നമ്മൾ അനുസരിച്ച് നടന്നു. അപ്പൊ അനുസരണം കെട്ടവരുടെ മേൽ പകരുന്നത് പരിശുദ്ധാത്മാവല്ല, പിശാചിന്റെ ശക്തിയാണ് എന്നവിടെ പറയുക. എഫേസ്യർ 2:2 പറയുക. നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ പറഞ്ഞു എടുക്കുന്നില്ല, ഞാൻ നിങ്ങൾ നോക്കിയാൽ മതി, വായിച്ചു നോക്കിയാൽ മതി. അപ്പം അനുസരണം കെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനും അവന്റെ അധിപതിയായവനും അനുസരിച്ച് നടന്ന ഒരു കാലം. അപ്പൊ അനുസരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം തങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ മുഖസ്തുതിയും ചക്കരവാക്കും ഒക്കെ പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന, വഞ്ചിക്കുന്ന, ദുരാലോചനയ്ക്ക് വേണ്ടി നടക്കുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്തോ ആത്മാവാണ്? അനുസരണം കെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ശരിയായതിനെല്ലാം കൗണ്ടർ ഫീറ്റ് ഉണ്ട്. കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞ അർത്ഥം ശരിയായ നോട്ടിനെല്ലാം കള്ളനോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യമായതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കാണുന്നതെല്ലാം യഥാർത്ഥമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുമല്ലോ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അപ്പോസ്തലന്റെ വേഷം ധരിക്കും, ഒരു സുവിശേഷകന്റെ വേഷം ധരിക്കും, ഒരു പാസ്റ്ററിന്റെ വേഷം ധരിക്കും. കാര്യം അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയാ, പിശാചിന്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടിയാ. അപ്പൊ പറയുന്ന വ്യക്തിയെ നമ്മൾ നോക്കിക്കോണം. ദൂത് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ ആള് ശരിയല്ലെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. വെളിച്ചപ്പാടത്തെ സ്ത്രീ പറഞ്ഞ സത്യമല്ലേ? എക്സാക്ട്ലി കറക്റ്റ്. ഇവർ ദൈവത്തിന്റെ ആ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 16 നമ്മൾ വായിക്കുന്നത്. സത്യമാണല്ലേ പറഞ്ഞത്, അവർ പറഞ്ഞത്. പക്ഷെ എന്നാ തിരിഞ്ഞ് സാഹസിച്ചത്? മുഷിഞ്ഞെന്തിനാ പൗലോസ്? സാഹസിച്ചെന്തിനാ? നമുക്ക് ദൈവത്തെ അനുസരിക്കാത്തവൻ പറയുന്ന ദൂതൊന്നും വേണ്ട. സത്യമായിട്ട് ജീവിക്കാത്തവന്റെ വായിൽ നിന്ന് വരുന്ന ഉപദേശം നമുക്ക് വേണ്ട. സത്യമായിട്ടാ ദൈവവചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ നമുക്കറിയാം, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയുടെ ഫലം കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഫലം ശരിയല്ലെന്നുണ്ടെങ്കിൽ ആ വൃക്ഷവും ശരിയല്ല. എത്ര ഇല ഉണ്ടെങ്കിലും, എത്ര തളിർപ്പുണ്ടെങ്കിലും, എന്തൊക്കെ ഉണ്ടെങ്കിലും ഫലം ശരിയല്ലെങ്കിൽ ഫലം കൊണ്ടാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾ പറയുകയാണ്, ഒരു ദൈവദാസനാണെങ്കിൽ, ഒരു ദൈവത്തിലാണെങ്കിൽ ദൈവ വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ മാറി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വചനത്തെ പ്രസംഗിക്കുവാൻ ദൈവം അധികാരം തന്നിട്ടില്ല. സങ്കീർത്തനം 50 വായിക്കുന്നുണ്ട്, ദുഷ്ടനോട് ഞാൻ എന്റെ ദൈവം അരുളി ചെയ്യുന്നു, നീ കള്ളനെ കണ്ടാ കൂട്ടു നിൽക്കുന്നു, വ്യഭിചാരികളോട് നീ പങ്കുചേരുന്നു. എന്റെ വചനം നിനക്ക് സംസാരിപ്പാൻ എന്ത് അധികാരം? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വാക്യം? സങ്കീർത്തനം 50 പറയുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും പങ്കുണ്ട്. ജഡികനോട് പോയാൽ ജഡികന്റെ കൂട്ട്, ആത്മീയനോട് വന്നാൽ ആത്മീയന്റെ കൂട്ട്. പ്രവാചകനാണോ? ഞാനും വേണേ പ്രവചിക്കും എന്ന് പറയുന്ന കൂട്ടം. ക്രൈസ്തവ വേണമെങ്കിൽ പ്രവചിക്കുമെന്ന് ഞാൻ, ക്രൈസ്തവ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ പ്രസംഗിക്കും, വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, വേണമെങ്കിൽ ഞാൻ പ്രവചിക്കും, വേണമെങ്കിൽ ഞാൻ വെളിപ്പാട് പറയും എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് ഈ തലമുറയിൽ കാണാൻ കഴിയും. പക്ഷെ ജീവിതം വചനത്തിന് ഒത്തതും അല്ലായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം നമുക്ക് ഇഷ്ടമുണ്ടേലും ഇഷ്ടമില്ലേലും, നമുക്ക് ബോധിച്ചാലും ബോധിച്ചില്ലേലും വചനത്തെ അനുസരിക്കാൻ തയ്യാറാകണം. ലാഭമാണേലും നഷ്ടമാണേലും വചനം തന്നെയാണ്. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ജീവിക്കാൻ മനസ്സില്ലെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ കാര്യം, 1 പാവവചനം വേണം, 2 ദാഹം വേണം, 3 അനുസരണം വേണം. 4-ാമത്തെ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് നല്ല ദാനങ്ങളെ നൽകുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പൊ അളവുണ്ട് അല്ലെ? ദർ ഇസ് എ മെഷർ. അളവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വ്യത്യാസമുണ്ട്. നിങ്ങളിൽ പകരപ്പെട്ടതിന്റെ അളവല്ല എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. അപ്പൊ അളവിന് വ്യത്യാസമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വ്യത്യാസമുണ്ട്. ചിലർ ഒത്തിരി ബഹളം വെച്ച് ആരാധിക്കും, ചിലർ ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കി ആരാധിക്കും. കാരണമൊക്കെ ഉണ്ട് അതിന്. പ്രൈസ് ദി ലോർഡ്. കാര്യം
ഒരു ട്രെയിൻ പോകുന്ന ശബ്ദവും ഒരു മോട്ടോർ സൈക്കിൾ പോകുന്ന ശബ്ദവും ഒരുപോലെയല്ല. ട്രെയിനിന്റെ അകത്ത് കത്തുന്ന എഞ്ചിന് കത്തുന്ന ഫ്യൂവലും മോട്ടോർ സൈക്കിളിൽ കത്തുന്ന ഫ്യൂവലും തമ്മിൽ അളവിന് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ അളവനുസരിച്ചായിരിക്കും നമ്മുടെ ആരാധനയും നമ്മുടെ ക്രിസ്ത്യ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവകൃപയും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, 1 പാപമോചനം പ്രാപിക്കണം, 2 ദാഹം ഉണ്ടായിരിക്കണം, 3 ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം, 4 എനിക്ക് ആത്മാവിനെ തരണമേ എന്ന്, പരിശുദ്ധാത്മാവിന്റെ നിറവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, യാചിക്കുന്നവനായിരിക്കണം. 4-ാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം അപ്പോസ്തലപ്രവൃത്തി 10:44 കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10:44 കാണുന്നത്, കൊർന്നല്യോസിന്റെ വീട്ടിൽ അപ്പോസ്തലനായ പത്രോസ് വന്നിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ, ഇവിടെ ഇങ്ങനെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നതുകൊണ്ട് വിസ്മയിച്ചു എന്ന് കാണുന്നു. ഞാനിത് പറയുന്നത്, അവിടെ വായിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവർ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്നാണ് കാണുന്നത്. അപ്പം വചനത്തിന് ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ അഭിഷേകം ലഭിക്കും, ആത്മനിറവ് ലഭിക്കും. വചനം കേൾക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, മാനസാന്തരപ്പെടാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ താല്പര്യമില്ല, അഭിഷേകം വേണം. അഭിഷേകം എന്റെ തലയിലോട്ടൊന്ന് തൊട്ടേക്കണം അഭിഷേകമുള്ളവൻ, ഇനി പകരുമെന്നാണ് പറയുന്നത്. ഈ വചനത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു ഇമ്പാർട്ടേഷനെ, പ്രൈസ് ദി ലോർഡ്. 1000 പേരുണ്ട്, അല്ലെങ്കിൽ രോഗശാന്തിക്കാരൻ 1000 പേരുള്ള ഒരു ഹോസ്പിറ്റലിൽ കൂടെ നടന്നാലും രോഗശാന്തി പ്രാപിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. രോഗശാന്തിയുടെ വരം ലഭിച്ചവൻ ഹോസ്പിറ്റലിൽ നെടുകൻ കുറുകെ നടന്നാലും എന്ത് ചെയ്യത്തില്ല? രോഗിയെ സൗഖ്യമാകത്തില്ല. എന്താണ് അങ്ങനെ? വരമാണെങ്കിൽ പിന്നെ സൗഖ്യമാകണ്ടേ എല്ലാവരും? ദൈവം തീരുമാനിക്കണം ഒരുവൻ സൗഖ്യമാവണോ ഇല്ലയോ എന്ന്. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്, എത്ര രോഗശാന്തിക്കാരനാണേലും എത്ര പേരുടെ തലയെ കൊണ്ട് കൈവച്ചാലും കർത്താവ് സൗഖ്യമാക്കിയില്ലെങ്കിൽ അവൻ സൗഖ്യമാകില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ രാത്രികാലം നമ്മൾ പറയുമ്പോൾ വചനത്തിനാണ് പ്രാധാന്യത ജീവിതത്തിൽ കൊടുക്കേണ്ടത്, അഭിഷേകം പ്രാപിപ്പാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അടുത്തതിനായിട്ട് കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 15-ാം വാക്യവും 17-ാം വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 15-ാം വാക്യവും 17-ാം വാക്യമാണ്. അവിടെ എന്താ കാണുന്നതെന്ന് ചോദിച്ചാല്, അപ്പോസ്തലന്മാര് ശമരിയയിൽ നടക്കുന്ന ഉണർവിനെ കുറിച്ച് ഒന്ന് കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി വന്നപ്പോൾ അവിടെയുള്ള വിശ്വാസികളുടെ തലമേലൊന്ന് കൈവച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ആത്മാവിൽ നിറപ്പെട്ടു അന്യഭാഷയിൽ സംസാരിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശീമോൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ അവിടെ ഉണ്ടായിരുന്നു. അവനിത് കണ്ടപ്പം കുറച്ച് ദ്രവ്യം എല്ലാം കൂടെ, പണം എല്ലാം കൂടെ കൊണ്ട് പത്രോസിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഞാനും ആരുടെ മേലെല്ലാം ഒന്ന് കൈവച്ചാൽ അവർക്കും അന്യഭാഷ കിട്ടാനായിട്ട് ഉള്ള വരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നീ അനീതിയുടെ വഞ്ചനയിൽ കൊടുക്കപ്പെട്ടിരിക്കുകയാണ്, നിന്നോട് കൂടെ നിന്റെ പണം നശിച്ചു ഓട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പേടിച്ചുപോയി. ഉടനെ പറഞ്ഞു, എനിക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നാണ് കിടക്കുന്നത്. ഞാൻ ആ വാക്യത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്, അഭിഷേകമുള്ള ആത്മനിറവുള്ളവൻ തൊട്ടാൽ അത് പകരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് തൊട്ടാൽ നമ്മുടെ ശരീരം അറിയുന്നത് പോലെ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ മറ്റൊരാളെ തൊട്ടാൽ അവൻ യോഗ്യനാണെങ്കിൽ അവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി പകരും. യോഗ്യതയില്ലെങ്കിൽ പകരത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, ഇലക്ട്രിസിറ്റി ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ വന്നാലും നമ്മൾ നേരെ മണ്ണിലല്ല ഒരു ചെരുപ്പിട്ടുകൊണ്ട്, ഒരു പ്ലാസ്റ്റിക് ചെരുപ്പിട്ടുകൊണ്ട് നിന്നാല് നമ്മുടെ ശരീരത്തിൽ വല്ല അറിയാൻ പറ്റുമോ? ചെറുതായിട്ടൊക്കെ അടിക്ക് വരുമായിരിക്കും, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന പോലെ മണ്ണിനു വേണ്ടി ജീവിക്കുന്നവൻ, ലോകവുമായിട്ട് അടുത്ത ബന്ധത്തിൽ പുലർത്തുന്നവന്റെ മേൽ ആത്മാവ് വന്നാൽ ഉയരത്തിലുള്ളതിനെ കുറിച്ചല്ല അവന്റെ ചിന്ത, ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ചാണ് ചിന്തയെങ്കിൽ അവന്റെ മേൽ പകർച്ച നടക്കുമോ? നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് 1 പാപമോചനം, 2 ദാഹം, 3 അനുസരണം, 4 പ്രാർത്ഥന, 5 വചന കേൾവി, 6 അഭിഷിക്തന്മാരുടെ കൈവപ്പ്. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. വിശ്വാസത്താൽ ഈ വാഗ്ദത്തം നമുക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് വെച്ചിരിക്കുക. വിശ്വാസത്താലാണ് നമ്മൾ ആത്മാവിന്റെ നിറവ് പ്രാപിക്കേണ്ടത്.
ദൈവത്തെ കാണുന്നത് വിശ്വാസത്താലാണ്. ദൈവം ഉണ്ടെന്നറിയുന്നത് വിശ്വാസത്താലാണ്. നമ്മൾ വിശ്വാസത്താലാണ്. ആ ഇന്ദ്രിയമാണ്, ആ സ്പിരിച്വൽ സെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവത്തെ കുറിച്ചും ദൈവവചനത്തെ കുറിച്ചും ഒക്കെ അറിയാനായിട്ട് എന്ന് പറയുന്നത് പോലെ ആത്മനിറവ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം, എനിക്കത് ലഭിക്കും എന്ന്. ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ നിറയ്ക്കുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പൊ ക്രിയോസ് റെഫറൻസ് ഒന്ന് പറയോ? എല്ലാം പറയണോ? എല്ലാം പറയാം. ഗലാത്യർ 3:14 വായിച്ചു നോക്കൂ. ഗലാത്യർ. ഞാൻ ഇനി ഒന്ന് പറയട്ടെ, നിങ്ങൾ കേൾക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അനോയിന്റിങ് ആൻഡ് ബാപ്റ്റിസം ഇൻ സ്പിരിറ്റ് ഈസ് ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ അഭിഷേകവും ആത്മനിറവും രണ്ടാണെന്നാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ ഇനി അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നതിന് എന്തൊക്കെയാണ് അർത്ഥം നിങ്ങൾ നോക്കൂ. ഒന്ന്, സങ്കീർത്തനങ്ങൾ 23-5 വാക്യം. സങ്കീർത്തനങ്ങൾ, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ എണ്ണ കൊണ്ടുള്ള അഭിഷേകം 23 സങ്കീർത്തനം 5 വാക്യം. അനോയിന്റിങ് വിത്ത് ദ ഓയിൽ എന്നാണ് കിടക്കുന്നത്. അനോയിന്റിങ് വിത്ത് ദ ഓയിൽ. അപ്പം പരിശുദ്ധാത്മാവിന് അനേക സിമ്പിൾസ് ഉണ്ട്. കാറ്റായിട്ട് പറയുന്നുണ്ട്, പ്രാവായിട്ട് പറയുന്നുണ്ട്, തീയായിട്ട് പറയുന്നുണ്ട്, വെള്ളമായിട്ട് പറയുന്നുണ്ട്, മഞ്ഞായിട്ട് ഡ്യൂ എന്ന് പറയും, മഞ്ഞായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേദപുസ്തകത്തിൽ അനേക സാദൃശ്യങ്ങളായിട്ട് കാണിക്കാൻ സിമ്പിൾസ് എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് എണ്ണ കൊണ്ടുള്ള അഭിഷേകമാണ് 23 സങ്കീർത്തനം 5 വാക്യത്തിൽ. ആ അഭിഷേകം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാല്, ശത്രുക്കളുടെ മുമ്പില് നമുക്ക് ഒരു മേശ ദൈവം ഒരുക്കിയാൽ അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി ഉള്ള അഭിഷേകമാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ്, ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ദാവീദ് ഒരു ഇടയനായിരുന്നു. ഇടയനായ ദാവീദിന് അനേക ആടുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്നു, രാജാവാകുന്നതിന് മുമ്പ്. അപ്പോൾ ഈ താഴ്വരകളിലൊക്കെ ആടുകളെ ഇടയന്മാർ അഴിച്ചു വിടുന്ന ഉടനെ ഈ മലകളുടെ ഗുഹകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന മൃഗങ്ങൾ, കരടി ആയാലും സിംഹം ആയാലും പുലി ആയാലും ഒക്കെ ഇതിനെ ചാടി വീണിട്ട് കടിച്ചെടുത്തോണ്ട് പോകാറുണ്ടായിരുന്നു. ഉടനെ അപ്പോൾ ഈ ആടുകളെ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുന്നതിന് മുമ്പായി ഇടയന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട്, പല കാട്ടിൻകൂട്ടങ്ങളുടെ ഇടയന്മാർ കൂടിയിട്ട് വലിയ കല്ലുകളൊക്കെ ആ താഴ്വരയിൽ ഉള്ള ഗുഹകളുടെ എല്ലാം കൊണ്ട് അടയ്ക്കുമായിരുന്നു, വാതിലുകളിൽ കൊണ്ട് അടയ്ക്കുമായിരുന്നു. അപ്പൊ ഗുഹകളുടെ വാതിലെല്ലാം വലിയ കല്ലൊക്കെ ഉരുട്ടി വെച്ചിട്ടാണ് ആടുകളെ തീറ്റാനായിട്ട് പുൽമേടുകളിലേക്ക് അഴിച്ചുവിടുന്നത്. അപ്പോൾ ചാടി വീഴാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും കല്ല് മാറ്റാനായിട്ട് ഈ ദുഷ്ടമൃഗങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് അതിന്റെ വിടവിലൂടെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയും, ഈ കല്ലൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം കാണിച്ചു തന്നേക്കെ എന്ന് പറയും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആടുകളെ ഇറക്കി വിടുമ്പോൾ, അതിന്റെ ആലയിൽ നിന്ന് ആ ആടുകളെ ഇട്ട് ഇറക്കി വിടുമ്പോൾ ഓരോ ഇടയനും ഒരു പ്രത്യേക മണമുള്ള തൈലം അതിന്റെ തലയിലേക്ക് ഒഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഓരോ ആട്ടിൻകൂട്ടത്തിനും പ്രത്യേകം സ്മെല്ലാണുള്ളത്, പ്രത്യേകം തൈലത്തിന്റെ മണമാണുള്ളത്. പച്ച ഇലകളും പച്ചമരുന്നുകളും ഒക്കെ ഇട്ടാണ് തൈലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാട് മറ്റൊരാട്ടിൻ കൂട്ടത്തിലേക്ക് കയറിയാല് ആ ആടിന്റെ കൂടെയുള്ള ഒരു നായുണ്ട്, ഒരു ഇണക്കിയ പരിചയപ്പെട്ട നായുണ്ട്. ആ നായ്ക്ക് മണം തിരിച്ചറിയാം. അപ്പൊ വേറൊരു മണം വന്ന ഉടനെ അത് കുറച്ച് ഇടയനെ അറിയിക്കും, ഒരെണ്ണം കയറിയിട്ടുണ്ട് എന്ന് അറിയിക്കും. അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ എണ്ണ പൂശുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഈ എണ്ണ തലയിലുള്ളപ്പോൾ ഈ ഇലകൾ, പുൽമേടുകളിൽ ഒളിച്ചിരിക്കുന്ന വിഷജീവികൾ, വിഷപ്രാണികൾ ഈ മണം ഏൽക്കുമ്പോൾ അടിക്കുമ്പോൾ അത് ഓടി ഒളിക്കും. അപ്പൊ ആടുകൾക്ക് ഹാനി വരത്തില്ല. ഇതാണ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ശത്രുവിന് ആടിന്റെ മേൽ ചാടി വിടാതിരിപ്പാൻ അതിന്റെ ഗുഹകളെ അടയ്ക്കും. രണ്ട്, എണ്ണ പൂശിയാണ്
തിരിച്ചറിവ് ആരുടെ ആടാണെന്ന് അറിയുവാൻ തക്കവണ്ണവും ദുഷ്ടജീവികളുടെ നിന്ന് രക്ഷപ്പെടുത്തുവാനുമായിട്ട് ഇടയന്മാര് എണ്ണ പൂശിയാണ് അയക്കാറുള്ളത്. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കാനുള്ള ആത്മീയ പാഠം എന്ന് പറഞ്ഞാൽ അർത്ഥമേ ഉള്ളൂ, എണ്ണ പൂശിയ ആട് പുൽമേടിലൂടെ മേഞ്ഞു നടന്നാലും ദുഷ്ടമൃഗങ്ങൾക്ക് അതിനെ തകർക്കുവാൻ കഴിയത്തില്ല. മേശ ആ പുൽമേടാണ് ആടിന്റെ. കാരണം ചോദിച്ചാൽ മുൻകൂട്ടി ആ ശത്രുവിന്റെ പ്രവൃത്തികളെ തടഞ്ഞിട്ടാണ് ആടുകൾക്ക് സ്വാതന്ത്ര്യം ഉടമസ്ഥൻ കൊടുക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് നമുക്ക് ദോഷം വരുത്തുവാൻ ശത്രു ശ്രമിച്ചാലും അതിന് ചെയ്യുവാൻ കഴിവില്ലാതെയാക്കുന്നതാണ്. അതിനെ ബലത്തെ കെടുത്തുന്നതാണ്, ശത്രുവിന്റെ ബലത്തെ കെടുത്തുന്നതാണ്, ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്നതാണ് നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്നാണ് സങ്കീർത്തനം 23:5 അർത്ഥം. ഇനി 45 സങ്കീർത്തനം 7 വാക്യം നിങ്ങൾ നോക്കൂ. 45 സങ്കീർത്തനം 7 വാക്യത്തില് നമുക്ക് കാണാൻ കഴിയും, കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്തു. ഒന്നാമത്തെ അഭിഷേകം എണ്ണ കൊണ്ടുള്ള അഭിഷേകം, 2 ആനന്ദ തൈലം, ഓയിൽ ഓഫ് റിജോയ്സിങ്. He has been anointed me with the oil of rejoicing എന്നാണ്, ഓയിൽ ഓഫ് റിജോയ്സിങ്. അപ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, മറ്റ് പലർക്കും ഇല്ലാത്ത ഒരു സന്തോഷം അഭിഷേകമുള്ളവനുണ്ട്. സാഹചര്യങ്ങളല്ല അവനെ സന്തോഷിപ്പിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായാലും അവൻ സന്തോഷിക്കും. ഫിലിപ്പിയർ 4:4 പറയുന്നത് പോലെ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് എന്ന് പറയാം. ഐ സേ അഗൈൻ റിജോയ്സ് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം വന്നാല് എന്തുണ്ടാകും? നമ്മുടെ അകത്തളത്തിൽ അറിയാത്തൊരു ബ്ലിസ് ഉണ്ടാകും, അറിയാത്ത ഒരു സന്തോഷം ഉണ്ടാകും. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ ലോകത്തിലെ കഷ്ടം മറക്കും ആരാധിക്കുമ്പോൾ. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉള്ളിലേക്ക് കടന്നു വരും. അഭിഷേകം നിറവുള്ളവരോട് അറിയാം. നിങ്ങൾ ഇതിൻ്റെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ചുമ്മാതങ്ങ് വായു വരുന്നതെല്ലാം വിളിച്ചെന്നും പറയുന്നൊന്നുമല്ല അന്യഭാഷ. അഭിഷേകം എന്ന് പറയുന്നത് ആത്മാവ് നമ്മുടെ നാവിൽ ഉച്ചരിക്കാൻ തരുന്നത് നമ്മൾ വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. അകത്ത് നിറയുന്ന അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ അതരത്തിലൂടെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുക അന്നേരം അന്യഭാഷയിൽ പറയുമ്പോൾ. അപ്പൊ നമ്മുടെ അകം എന്ത് ചെയ്യും? കർത്താവിലുള്ള സന്തോഷത്താൽ നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോകും. പക്ഷെ തലയിലെ തുണി താഴെ വീണാൽ അറിയും. പിശാച് കയറിയാൽ അറിയത്തില്ല. പിശാച് തലകുത്തി മറിഞ്ഞാൽ, പിശാച് കയറി കഴിഞ്ഞാൽ തലകുത്തി മറിയും. ശരീരമെല്ലാം അടിച്ച് തകർക്കും, ദേഹമെല്ലാം. പക്ഷെ അവനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവൻ തിരിച്ചറിയത്തുമില്ല. അവനെ തല്ലിയാൽ പോലും അവൻ തിരിച്ചറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് തൊട്ടാൽ പോലും അവൻ അറിയപ്പെടും. അതാണ് വിഷയം. അപ്പൊ ആത്മാവിന് സുബോധമുള്ളതാണ്. പിശാചിന്റെ ആ ശക്തിക്ക് സുബോധമില്ല കയറിയാൽ. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ് എന്നൊക്കെ തീമോഥെയോസ് ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ 2 അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞു. എണ്ണ കൊണ്ടുള്ള അഭിഷേകം, കൂട്ടുകാരിൽ പരമായ ആനന്ദം ലഭിക്കുന്ന അഭിഷേകം. മൂന്നാമത്തെ അഭിഷേകം 89 സങ്കീർത്തനം 20 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നു, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു, ശത്രു അവനെ പീഡിപ്പിക്കത്തില്ല, വഷളൻ അവന്റെ മുമ്പ് നിൽക്കത്തില്ല എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ 89 സങ്കീർത്തനം 20 വാക്യത്തിലെ വാക്യം അനുസരിച്ച് ഒരു ദൈവ പൈതലിനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകത്തിന്റെ പേര് വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകമാണ്. വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകമാണ്. അപ്പൊ നമ്മളിൽ പകരപ്പെട്ട ആ അഭിഷേകത്തിന്റെ മണം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ മണമായിരിക്കും. എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയും, പക്ഷെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. അതെന്താ കുഴപ്പം? എന്തോ കുഴപ്പമുണ്ട് അതിനകത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളിൽ പകരപ്പെട്ട അഭിഷേകം എനിക്കൊരു വിശുദ്ധനായിരിക്കും, എന്നെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ഞാൻ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ഞാൻ വിശുദ്ധനാകണം എന്നൊരു വാഞ്ച നമ്മുടെ അകത്തുണ്ടാകും. എപ്പോഴും വിശുദ്ധി പാവം ചെയ്യാതെ ജീവിക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നൊന്നുമല്ല പറഞ്ഞത്. തെറ്റിന്റെ പ്രേരണകൾ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഉണ്ട്. തെറ്റിന്റെ ഇൻഫ്ലുവൻസസ്, പാവം ചെയ്യാനുള്ള പ്രേരണ അത് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമുക്ക് വേദസന്ധി നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ അഭിഷേകം നമ്മളെ വിശുദ്ധിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യും, പക്ഷെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഏറ്റുപറയും. ദൈവാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും, കുഞ്ഞെ നിന്റെ പോക്ക് ശരിയല്ല, നീ നന്നായി വരണം എന്ന് എപ്പോഴും മറ്റൊരുത്തിനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിഷേകമുള്ളവന്റെ അകത്തളത്തിരുന്നുകൊണ്ട് തെറ്റേതാ ശരിയേതാ എന്ന് പറഞ്ഞു പോകൊണ്ടിരിക്കും. സ്വസ്ഥത അവന് കിട്ടത്തില്ല. അഭിഷേകമുള്ളവൻ തെറ്റ് ചെയ്താൽ അവൻ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ.
എന്റെ അനുഭൂതി എന്ന് പറയുന്നതാ. ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാവം ചെയ്താൽ, ഒരു കള്ളം പറഞ്ഞാൽ, ദൈവഹിതമല്ലാത്തതിലേക്ക് നമ്മുടെ മനസ്സൊന്ന് ചാഞ്ഞാൽ പിന്നെ നല്ലതായി മാനസാന്തരപ്പെടുന്നത് വരെ സ്വസ്ഥത കിട്ടത്തില്ല. അല്ല, അല്ലാതെ പ്രാർത്ഥിച്ചാൽ ചിലപ്പം പിശാച് അറിയുന്നിരിക്കും. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ട്, ദൈവത്തിന്റെ കഴിവ് കൊണ്ടാ. പക്ഷെ നമ്മുടെ മനസാക്ഷിയിൽ പിശാച് ഇറങ്ങിയല്ലോ, എന്നെ ദൈവം എന്നെ അംഗീകരിച്ചെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. ദൈവമേ നീ എന്നോട് ക്ഷമിക്കണേ അപ്പാ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ ഒരു വിശുദ്ധന്റെ ഗുണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അന്യഭാഷ പറഞ്ഞാലൊന്നും അല്ല ഒരു വിശുദ്ധനായ എന്റെ അടയാളം എന്ന്, അല്ലെ? മത്തായി 7:23 പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് ഒരിക്കൽ അന്നാളിൽ അവർ എന്നോട് പറയും. ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും. ഇപ്പം ദൈവത്തെ അറിയാത്ത അധർമ്മത്തിൽ, ധർമ്മമല്ലാത്തതിൽ ജീവിക്കുമ്പോഴും ഭൂതങ്ങളെ പുറത്താക്കും, വീര്യപ്രവൃത്തി ചെയ്യും, രോഗികളെ സൗഖ്യമാക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രോഗശാന്തിയോ ഭൂതങ്ങളുടെ മേലുള്ള അധികാരമോ പ്രവചനപരമോ വീര്യപ്രവൃത്തികളോ അല്ല ഒരുവനെ വിശുദ്ധനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ധർമ്മമല്ലാത്തത് ചെയ്യാതെ വിശുദ്ധിയുടെ അനുഭവങ്ങളിൽ ജീവിക്കുന്നവനാണ് യഥാർത്ഥമായും ദൈവം അറിയുന്നവൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവൻ, പ്രതിഫലം ലഭിപ്പാൻ അർഹൻ. അല്ലാത്തവൻ ഒത്തിരിയൊക്കെ ചെയ്യുക, ഇവിടെ അനേകരാവുമ്പോൾ രക്ഷപ്പെട്ടിരിക്കും, പക്ഷെ നിത്യത്തിൽ അവനൊരു അവകാശം കിട്ടില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥ ശിഷ്യനാകുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമി ചെയ്യാന്നുള്ളതല്ല, നമ്മളങ്ങ് എത്തണം. നിത്യതയ്ക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെ നമ്മൾ അതിനെ ഉപേക്ഷിപ്പാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഒത്തിരി കെട്ടിപ്പടുത്ത് ഒത്തിരി തോട്ടങ്ങൾ എഴുതി, വലിയ വലിയ വീടുകൾ വെച്ച്, അനേക വാഹനങ്ങൾ മേടിച്ചു, ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി പ്രശംസ കിട്ടത്തക്കവണ്ണം ഒത്തിരി സ്ഥാനങ്ങളും മാനങ്ങളും നേടിയെടുത്തു. പക്ഷെ നിത്യതയിൽ എത്തിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? എന്ന് ജീവിക്കും? എത്ര നാൾ ജീവിക്കും? അല്ലെ? എല്ലാ മനുഷ്യനും വെറും നിഴലായി നടക്കുന്നു. 30 സംഘടനക്കാരൻ പറയുന്നത് അങ്ങനെയാ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാവുന്നു. ആർക്കും നിലനിൽക്കുന്ന നഗരം ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ നമ്മൾ ഇവിടുന്ന് പോകും. ഇവിടെ സ്ഥിരമല്ല, നമ്മൾ അന്യരും പരദേശികളുമാണ് ഇവിടെ ഈ ലോകത്തിൽ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഒരു ശിഷ്യൻ എന്തായിരിക്കണം എപ്പോഴും ആഗ്രഹം? എന്റെ നിത്യതയ്ക്ക് ഭംഗം വരുന്നതൊന്നും എന്റെ ജീവിതത്തിൽ പാടില്ല എന്നുള്ളതായിരിക്കണം. ഞാനിങ്ങനെ പറയാം കേട്ടോ. അപ്പൊ 89-20 വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? വിശുദ്ധിയുടെ മണമുള്ളതാണ് നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം. നമ്മൾ എവിടെ പോയാലും ഈ അഭിഷേകത്തിന്റെ മണം നമ്മളിൽ നിന്ന് പകരപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ? നമ്മൾ പറയാം. അപ്പം ചില പ്രസംഗരെ നിങ്ങൾ നോക്കൂ, അവരെങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും ഒടുവിൽ ഒരു ചിന്തയിലേക്ക് വരും. നിത്യതയാകാം, പരിശുദ്ധാത്മാവാകാം, വിടുതലാകാം, എന്തെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അവരുടെ പ്രസംഗത്തിന്റെ എല്ലാം വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വിഷയം വിശുദ്ധിയുടെ അഭിഷേകം. നമ്മളിപ്പോ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 10:38 ശക്തിയുടെ അഭിഷേകം. അപ്പം അഭിഷേകത്തിന് വ്യത്യസ്തം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. ശക്തി എന്ന് പറയുന്നതിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കണം. അന്യഭാഷ പറയുന്നവനെല്ലാം ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാ പെന്തക്കോസ്ത് സഭകളിലും അന്യഭാഷയുണ്ട് എല്ലാവർക്കും. പക്ഷെ ശക്തിയുള്ളത് എത്ര പേരുണ്ട് അതിനകത്ത്? ഒരു പിശാച് ഇളകി കഴിഞ്ഞാൽ തപ്പിപ്പോകും ആൾക്കാരെ ഇറക്കാൻ, വേറെ ആളുകളെ. ഇത്ര നാളും പറഞ്ഞ അന്യഭാഷയൊക്കെ പിന്നെ എവിടെ പോയി? ഞാൻ ചോദിക്കുക. അത് മാത്രമല്ല, അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുമെന്ന് പറയുന്നു. 30 വർഷം ദൈവത്തോട് സംസാരിച്ചിട്ടും ദൈവം ആരാണെന്ന് ഇപ്പൊ അറിയത്തില്ലല്ലോ. ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആടുമല്ലോ. ദൈവത്തെ അറിയാഞ്ഞിട്ടല്ലേ ആടുന്നത്? എന്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം, അല്ലെ? നമ്മുടെ അപ്പനാ നമ്മുടെ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പന് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ദോഷം വരാൻ തക്കവണ്ണം അശ്രദ്ധയായിരിക്കത്തില്ല. നമ്മുടെ അപ്പന് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദൈവമാണ് ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, ദൈവം കൽപ്പിക്കാതെ, യഹോവ കൽപ്പിക്കാതെ പിന്നെ ആര് കൽപ്പിച്ചിട്ടാണ് ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്? ബിലാവങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമാണ്. അപ്പൊ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം കൽപ്പിക്കാതെ സംഭവിക്കത്തില്ല. നമ്മുടെ തലയിലെ ഒരു മുടി താഴെ വീണ പോലും അവൻ അറിയാതെ സംഭവിക്കത്തില്ല. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. 84 സംഘത്തിൽ ഒരു വാക്യമാണ്, അല്ലേ? 10:12 വാക്യമാണ്. ഞാനിങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആടുന്നത്, ഉലയുന്നത്, നമ്മൾ പരിഭ്രമിക്കുന്നത്, എവിടെ പോയി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം നമുക്ക് ദൈവത്തെ അറിയേണ്ട പോലെ ഇന്ന് വരെയും അറിയാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ 30 വർഷം അന്യഭാഷ സംസാരിച്ചിട്ടും ദൈവത്തോട് സംസാരിച്ചിട്ടും ദൈവത്തെ അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ അന്യഭാഷ ഒന്ന് സംശയിക്കണം, അല്ലേ?
ഞാനിങ്ങനെ പറയാം കേട്ടോ, ക്ഷമിക്കണം എങ്ങനെ പറയുന്നല്ലേ. പ്രീസല്ലോ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. പറയരുത് ഞാൻ പറഞ്ഞില്ല, കഴിയുന്നിടത്തോളം അന്യഭാഷ പറയും. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, അന്യഭാഷ കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിയുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കും. അന്യഭാഷ സംസാരിക്കുമ്പോൾ ആത്മാവിനിലൂടെ ദൈവത്തോട് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിപ്പാൻ തുണയ്ക്കും. ഒരു ലേഖനത്തിലെ വാക്യം കേട്ടോ, 1:14 വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ പറയാ, അപ്പം ശക്തി കൊണ്ടുള്ള ഒരു അഭിഷേകമുണ്ട്. അടുത്ത റോമാലേഖനം 5:5 ഞാൻ ഓടി പോകുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരണം. റോമാലേഖനം 5:5 നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാം, ഇങ്ങനത്തെ അഭിഷേകത്തെ കാണാൻ കഴിയും. നമ്മുടെ അകത്തളത്തിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ ദൈവം സ്നേഹത്തിന്റെ അഭിഷേകം നൽകിയിരിക്കുന്നു. അങ്ങനെ പകരപ്പെട്ടിരിക്കുന്നുവല്ലോ, സ്നേഹം നമ്മളിൽ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാണ് വായിക്കുന്നത്. ഞാനിത് പറയുന്നത് അർത്ഥം, അഭിഷേകം നമ്മുടെ അകത്ത് വന്നാൽ, ആത്മാവ് നമ്മുടെ അകത്ത് വന്നാൽ നമുക്ക് ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ ഉള്ള ഒരു താല്പര്യം ഉണ്ടാകും. എനിക്ക് വായ കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. അപ്പം സ്നേഹം എന്ന് പറയുന്നത് വാക്കിൽ ഒതുങ്ങുന്നതല്ല, അല്ലേ? അത് ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വെളിപ്പെടുന്ന സ്നേഹമുള്ള, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അറിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും, വിമാനത്തെ പോകാനായിട്ട് പൈസ ഇല്ലെങ്കിലും, ട്രെയിനിൽ പോകാൻ റിസർവേഷൻ ഇല്ലെങ്കിലും, എത്രയും വേഗം നിങ്ങൾക്ക് അവിടെ എത്താൻ നിങ്ങൾ അതിന് വഴി കണ്ടുപിടിക്കും. കാരണം എന്തുവാ? നിങ്ങളുടെ ഹൃദയം ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ദൈവത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ വഴി തുറക്കട്ടെന്നും പറഞ്ഞൊന്നും ഇരിക്കത്തില്ല. എങ്ങനെയെങ്കിലും എൻ്റെ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പൊ ദൈവത്തെ അധികം സ്നേഹിക്കും, മറ്റുള്ളവരെ അധികം സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അടുത്തൊരു അഭിഷേകം നോക്കൂ, സക്കറിയ പ്രവചനം 12:10. നമ്മൾ 10:30 വരെയല്ലേ നമ്മൾ ടൈം, അപ്പൊ അരമണിക്കൂറുടെ ഉണ്ടല്ലോ, അരമണിക്കൂറും കൊണ്ടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കും. സക്കറിയ 12:10 നമ്മൾ കാണുന്നുണ്ട്, കൃപയുടെയും അഭയയാചനയുടെയും അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകം നമ്മളിലേക്ക് വന്നാല് നമ്മൾ അല്പസമയം വെറുതെ കളയത്തില്ല. സീരിയൽ കണ്ടും സിനിമ കഥപുസ്തകം വായിച്ചും ഒന്നും കളയത്തില്ല. ദൈവസന്നിധി പോയി ഇടിവതിരിക്കും. കർത്താവേ, ദേശത്തിന്റെ ശൂന്യതകളെ മാറ്റണമേ. എത്രയോ പേര് ആശുപത്രികളിൽ വേദനപ്പെട്ട് ഞരങ്ങി പൈസയില്ലാതും ആഹാരമില്ലാതും തുണയില്ലാതെയും കഷ്ടപ്പെടുന്നു. എന്റെ ദൈവമേ, സമാധാനത്തിന്റെ ദൈവമേ, നീ സമാധാനം കൊടുക്കണം. അപ്പൊ ദേശത്തിലും ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാനും, നമ്മളെക്കാട്ടിലും വസ്ത്രമില്ലാത്തവരെ, നമ്മളെക്കാട്ടിലും വീടില്ലാത്തവരെ, നമ്മളെക്കാട്ടിലും കഴിക്കാൻ ആഹാരമില്ലാത്തവരെ കൺസിഡർ ചെയ്യുവാനുള്ള, പിന്നെ അവർക്ക് വേണ്ടി യാഗരിപ്പാൻ പ്രാർത്ഥിക്കാനുള്ള. ദരിദ്രൻ ആരാന്ന് ഈ കാലത്ത് ആരാണ് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാലത്ത് പാവപ്പെട്ടവൻ ആരാണ് ചോദിക്കുക. ഗവൺമെന്റ് ഇഷ്ടം പോലെ അരി കൊടുക്കുന്നു, തൊഴിലുറപ്പ് കൊടുക്കുന്നു, പൈസ കിട്ടുന്നു, വയോജനങ്ങൾക്ക് പൈസ കൊടുക്കുന്നു. ഗവൺമെന്റ് ആപ്പാനെ വാരി ഇട്ട് കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ പാവപ്പെട്ടവനൊന്നും ഇല്ലെന്നാണ്, വീടില്ലാത്തവനെല്ലാം വീട് വെച്ച് കൊടുക്കുന്നു. ഇവിടെ ആരാ പാവപ്പെട്ടവൻ എന്ന് ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, എനിക്ക് 4 ഉടുപ്പുണ്ടെങ്കിൽ ഒരു ഉടുപ്പുള്ളവനാണ് എൻ്റെ മുമ്പിൽ പാവപ്പെട്ടവൻ. എൻ്റെ വീട് വാർത്തതാണെങ്കിൽ ഓടിട്ട് കിടക്കുന്നവൻ അല്ലെങ്കിൽ ആസ്പെറ്റോസ് ഇട്ട് കിടക്കുന്നവനാണ് എൻ്റെ മുമ്പിൽ പാവപ്പെട്ടവൻ. അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അത് ചെയ്യാതെ ഇരുന്നാൽ അവൻ അത് പാവമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാവമാകുന്നു എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്. പാവത്തെക്കുറിച്ചൊന്നും ഞാൻ ഇന്ന് പകൽക്കാല രാത്രികളിൽ പറയുന്നില്ല. അഭിഷേകം എന്ന് പറയുന്നത് അഭയാചനയുടെ അഭിഷേകത്തെ കുറിച്ചാണ് സക്കറിയ 12:10 പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 3:18 കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വാക്യം വിടുന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്റെ അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 2 കൊരിന്ത്യർ തേജസ്സിന്റെ അഭിഷേകം, തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കുക, കൃപയിൽ നിന്ന് കൃപ പ്രാപിക്കുക, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു പ്രയാണം, അറിവിൽ നിന്ന് പൂർണ്ണമായ അറിവിലേക്കുള്ള ഒരു പ്രയാണം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകണം. എനിക്ക് കൃപ പോരാ കർത്താവേ, എനിക്ക് പകരപ്പെട്ട അഭിഷേകം പോരാ കർത്താവേ, എന്നിൽ പകരപ്പെട്ട വിശുദ്ധി പോരാ കർത്താവേ, നീ എന്നെ സഹായിക്കണേ അപ്പാ എന്നൊരു തൃപ്തിയില്ലാത്ത, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. വിശക്കുന്നവരെ അവൻ നന്മ കൊണ്ട് നിറയ്ക്കും, സമ്പന്നന്മാരെ വെറുതെ അയക്കും. എപ്പോഴും നമുക്ക് ആത്മീയത്തിന് വേണ്ടി അധികമായ ഒരു ദാഹം ഉണ്ടായിരിക്കണം. ആത്മീയമായ അധിക ദാഹം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് പോയാൽ ഇന്ന് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അധികമായിട്ട് നമ്മൾ എന്തൊക്കെ ദാഹിക്കണമെന്ന്. അതുകൊണ്ട് അടുത്ത ദിവസത്തിലേക്കാണ് അത് മാറ്റിയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ശിഷ്യന്റെ അടയാളങ്ങളെ കുറിച്ചാണ് നമ്മൾ
പറയാനായിട്ട് പോയത്, അത് മറ്റുള്ളവരെ നമ്മൾ ശിഷ്യരാക്കണം എങ്കിൽ നമ്മൾ ആദ്യം ശിഷ്യരായി മാറണം. നമ്മൾ ആദ്യം ശിഷ്യരായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ശിഷ്യരാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ശിഷ്യത്വം എന്നുള്ളൊരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ശിഷ്യത്വത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്നവനായിരിക്കണം. എന്തായിരിക്കണം? നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കാനായിട്ട് തയ്യാറാകണം. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാനും ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് കൂടുതൽ അനുരൂപരാകുന്നതിനും വേണ്ടി ഒരു സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാകണം, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് കൂടുതൽ അടുക്കണം, അഥവാ അനുരൂപരാകണം. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പഠിതാവാണ് ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം എന്ന് പറയുന്നത് ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യസനത്തിനും വേണ്ടിയുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് പ്രാപിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ശിഷ്യനാകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മുഖം ചുമക്കുന്നതിന് അവൻ തയ്യാറുള്ളവനായിരിക്കണം. മത്തായി 11:28-29 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ അവന്റെ മുഖം ചുമക്കുവാൻ നാം തയ്യാറായിരിക്കണം. മുഖം എന്ന വാക്കിന് ഇംഗ്ലീഷ് യോക്ക് എന്നാണ് നമുക്കറിയാം. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഒരു കാളയുടെയോ ഒരു പോത്തിന്റെയോ പെടലിയിൽ മുഖം വെച്ച് കെട്ടിയാൽ ഒറ്റയ്ക്കല്ലായിരിക്കാം മറ്റൊരു കാളയോ പോത്തോ കാണണം. അപ്പൊ അതൊരു കൂട്ടായ്മയുടെ മുഖമാണ്, അതൊരു അനുസരണത്തിന്റെ മുഖമാണ്. ആര് വെച്ച് കെട്ടിയോ അദ്ദേഹത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ ആ മുഖം വെച്ചിടത്തോളം കാലം ആ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഇഷ്ടമുള്ളിടത്തോട് ബോധിച്ചവണ്ണം നടക്കാൻ പറ്റത്തില്ല. ആ മുഖം കെട്ടിയ ആള് എങ്ങനെയാണ് അതിനെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്രകാരം നടന്നേ പറ്റത്തുള്ളൂ. തികഞ്ഞ അനുസരണത്തെയാണ് മുഖം എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം കർത്താവിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ, അതുമാ എപ്പോഴും കീഴടങ്ങാൻ, ഈ മുഖം ഏറ്റെടുത്ത കാലം മുഴുവനും ഉടമസ്ഥന് കീഴ്പ്പെട്ടിരിക്കണം, കീഴടങ്ങിയിരിക്കണം എന്നർത്ഥം. അപ്പൊ എല്ലാ മേഖലകളിലും ഒരു കീഴടങ്ങൽ ആവശ്യം. ആത്മീയ ജീവിതം, തൊഴില്, വിദ്യാഭ്യാസം, കുടുംബം, ഭാവിയെ കുറിച്ചുള്ള പദ്ധതികൾ, ഇവയിലെല്ലാം ഒരു കീഴടങ്ങൽ ആവശ്യം. ദൈവഹിതമല്ലാത്തതൊന്നും വേണ്ടെന്ന് പറയണം. കുടുംബമായാലും ഭാവിയാണേലും വിദ്യാഭ്യാസമാണേലും തൊഴിലാണേലും സമ്പത്താണേലും എനിക്ക് കർത്താവ് തരാത്തതൊന്നും വേണ്ട. ദുഷ്ടന്മാരുടെ സമൃദ്ധിയെക്കാളിലും നീതിമാനുള്ള അല്പം നല്ലത്. 39-ാം സംഘത്തിൽ ഒരു വാക്യമാണ്. ഒത്തിരി അങ്ങ് ഉണ്ടാക്കിയിട്ടിട്ട് സമാനമില്ലാതെ ജീവിതത്തിനെക്കാട്ടിലും അല്പം ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത്. ഒത്തിരി സമ്പാദിച്ചിട്ട് രാത്രി ഉറക്കമില്ലാതെ കിടക്കുന്നതിനെക്കാട്ടും നല്ലത് അല്പമുള്ളെങ്കിൽ സ്വസ്ഥതയോടെ ഉറങ്ങുന്നതല്ലേ നല്ലത്. അപ്പൊ അധികത്തെ അല്ല ആഗ്രഹിക്കേണ്ടത്, ഉള്ളതിനെ മെച്ചമായി തരുവാൻ, ദൈവഹിതപ്രകാരമായിരിക്കാൻ ഒരു ശിഷ്യൻ എപ്പോഴും ആഗ്രഹിക്കണം. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരിക്കാം എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഈ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവനായിരിക്കണം. പഠിച്ച വ്യക്തി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനായിരിക്കണം, അല്ലേ? സഭയ്ക്കകത്ത് വിശ്വാസിയല്ല ശിഷ്യനാണെന്നാണ് മത്തായി 28:19 പറയുന്നത്. വിശ്വസിക്കാൻ ആർക്കും കഴിയും. പിശാചുക്കൾക്കും ദൈവത്തെ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ പറ്റും. പിശാചു വിശ്വാസിയാവുമോ? എങ്കിൽ ഒരു മുസ്ലിമിനോ ഹിന്ദുവിനോ ലോകത്തിലുള്ള ഏത് മതക്കാരനും യേശുവിൽ വിശ്വസിക്കാൻ കഴിയും. അവന് വിശ്വാസിയാവണമെന്നുണ്ടോ? പക്ഷെ വിശ്വാസികളെ അല്ല ദൈവത്തിന് ആവശ്യം, ശിഷ്യന്മാരെയാണ്. നിങ്ങൾ പോയി സകല ജാതികളെ ശിഷ്യരാക്കാനാ കർത്താവ് പറഞ്ഞത്. പഠിച്ചത് പഠിപ്പിച്ചുകൊണ്ട് 3.5 വർഷക്കാലം യേശു തെരഞ്ഞെടുത്തിട്ട് കൊണ്ടു നടന്ന് ശിഷ്യരെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചുകൊണ്ട് ഭൂമി എമ്പാടും എനിക്ക് വേണ്ടി ശിഷ്യരെ ഉണ്ടാക്കണം. ഇപ്പൊ സഭ വളരാനുള്ള കാരണം എന്തുവാ? മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്തുവാ? ഈ ശിഷ്യന്മാര് കർത്താവിൽ നിന്ന് പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിച്ചു. പഠിച്ചവർ വീണ്ടും മറ്റുള്ളവരെ പഠിപ്പിച്ചു. അവർ വീണ്ടും മറ്റുള്ളവരെ പഠിപ്പിച്ചു. ശിഷ്യരെ ഉളവാക്കിക്കൊണ്ടേയിരുന്നു. ഇന്ന് അങ്ങനല്ല. സഭയ്ക്കകത്ത് ഇരിക്കുക അങ്ങ് വിശ്വാസിയാന്ന് പറഞ്ഞു, അവരാരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അവരാരെയും കൊണ്ട് പാസ്റ്റർമാരെ ഏൽപ്പിച്ചിരിക്കുക ആത്മാക്കളെ കൊണ്ടുവരാൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുക, ശിഷ്യരെന്ന് പറയുന്നവരെ അവിടെ ഇല്ല. ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പോയി സകല ജാതികളോട് സുവിശേഷം പ്രസംഗിപ്പി. അപ്പൊ സുവിശേഷ പ്രസംഗം ദൈവമില്ലാത്തവന് വേണ്ടിയുള്ളതാ. ജാതി എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവൻ അർത്ഥം. പക്ഷെ പഠിപ്പിക്കൽ എവിടെയാ? ശിഷ്യന്മാർക്ക് വേണ്ടിയാ. ഇപ്പൊ സഭയ്ക്കകത്ത് എന്താ നടക്കേണ്ടത്?
പ്രസംഗമല്ല നടക്കേണ്ടത്, പഠിപ്പിക്കലാണ് നടക്കേണ്ടത്. ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്കകത്ത്. അങ്ങനെ മാത്രമേ സഭ നന്നാകത്തുള്ളൂ. പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ എന്നും വന്ന് ബൈബിളും പിടിച്ചോണ്ടിരിക്കും കുറച്ചെണ്ണം. എഴുന്നേറ്റ് അവർ പോകും, അടുത്ത മീറ്റിങ്ങിന് വന്നിരിക്കും, കേൾക്കും, അവരവരുടെ വഴിക്ക് പോകും. 2 ദിവസം ഓർത്തിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ പറഞ്ഞെല്ലാം മറന്നു പോകും. കേട്ട് മറക്കുക. നല്ല പ്രസംഗമായിരുന്നു. വാട്ട് ഈസ് ദ യൂസ് ഫോർ ദാറ്റ്? എന്തോ പ്രയോജനമുണ്ട് കേൾക്കുന്നതുകൊണ്ട്? ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ? ഒരു ആത്മീയത്തിൽ ഒരു പുതുക്കം സംഭവിക്കുന്നുണ്ടോ? ഞാൻ വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ടോ ഈ കേൾക്കുന്നത് കൊണ്ട്? ഞാൻ ചോദിക്കുന്നതാ. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വചനം പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരിലേക്ക് പകരണം. അങ്ങനെ വിശുദ്ധീകരണത്തിലേക്ക് അനേകരെ നയിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിന് ആരംഭം കുറിക്കണം എന്നാണ് അവിടുത്തെ വിഷയം. ഞാൻ ഇനിയും പറയാ, കേട്ടോണേ. ഒന്ന്, ഇത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. എന്ത്? ഈ സുവിശേഷീകരണം അഥവാ മറ്റുള്ളവരെ ശിഷ്യരാക്കുക എന്നുള്ള പദ്ധതി. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾ നോക്കൂ. അവിടെ പറയുന്നത്, ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടമാണ് സുവിശേഷ ഘോഷണം അഥവാ പഠിപ്പിക്കൽ എന്നുള്ളത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ത്യോക്യ സഭയിൽ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ആരാധന, ഉപവാസം ആരാധനയല്ല, ഉപവാസം പ്രാർത്ഥനയല്ല, ആരാധിക്കാൻ വേണ്ടി ഉപവസിക്കുന്നു. മത്തായി 17:21 പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ. ഉപവാസവും പ്രാർത്ഥനയല്ല, പ്രാർത്ഥന ഉപവാസമാണ്. എല്ലാത്തിനും അതിന്റെ ഓർഡർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപവസിക്കുന്നത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. വിശക്കുന്നത് കൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുക. അപ്പൊ ആർക്ക് വേണ്ടിയാ ഉപവസിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതാ. അപ്പൊ അതിന്റെ അർത്ഥം ഉപവസിക്കാൻ വേണ്ടി അല്ല, ഉപവസിക്കുന്നതിനാലല്ല പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഉപവസിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-2 പ്രകാരം ആരാധിക്കാൻ വേണ്ടിയാ ഉപവസിക്കുന്നത് കൊണ്ടല്ല ആരാധിക്കുന്നത്. എനിക്ക് സമയം വേർതിരിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ കഴിക്കാതിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞത്? ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കുക എന്ന് പറഞ്ഞു അല്ലെ? സെപ്പറേറ്റ് ബർന്നബാസ് ആൻഡ് സൗൽ ഫോർ ദ മിഷൻ ഐ ഹാവ് അസൈൻഡ് ഫോർ ദം. സെപ്പറേറ്റ് ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് അവരെ വേർതിരിപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ അവരെല്ലാം കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ അയച്ചു. ഇതാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്, കേട്ടോ. എന്ന് പറഞ്ഞ അർത്ഥം, അപ്പൊ അതിന് മുമ്പ് ചെയ്തതല്ലോ, പൗലോസും ബർന്നബാസും ചെയ്തതല്ലോ. ഓർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കൈവപ്പ് എന്നായിരിക്കും അർത്ഥം. പക്ഷെ എന്താ കൈവപ്പ്? പരിശുദ്ധാത്മാവാണ് എന്നോ വേല ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, എങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ആ ഇവന്റെ മേലൊരു വിളി ഉണ്ടെന്നുള്ള അംഗീകാരം മാത്രമാണ് സഭയിലെ മൂപ്പന്മാരെല്ലാം കൂടെ കൈവച്ചപ്പോൾ സംഭവിച്ചത്. അല്ല, കൈവച്ചത് കൊണ്ടല്ല പൗലോസ് ശീലാസും ശുശ്രൂഷ ഏറ്റെടുത്തത്. ദൈവം അവരെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് അവരെ അയക്കുമ്പോൾ സഭ അതിനെ അംഗീകരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് കൈവപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ കൈവച്ചത് കൊണ്ടല്ല ഒരു ശുശ്രൂഷകരാകുന്നത്. നമ്മുടെ സഭകളൊക്കെ തെറ്റായി പഠിപ്പിക്കുന്ന കാര്യമാണ്. പാസ്റ്ററെ, ആരാ കൈവച്ചത്? എവിടുന്നാ കൈവപ്പ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ? അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനത്തെ പ്രമാണം ബൈബിളില്ല. പ്രൈസ് ദി ലോർഡ്. കൈവപ്പ് എന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള സഭയുടെ അംഗീകാരം മാത്രമാണ്. അവർ കൈവച്ചത് കൊണ്ടല്ല ഞാൻ ശുശ്രൂഷകനായത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത്, ദൈവം എന്റെ മേൽ പകരപ്പെട്ട വിളിയും തെരഞ്ഞെടുപ്പും, എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകവും നിയോഗവും എന്റെ സഭ അത് മനസ്സിലാക്കി എന്നുള്ള അംഗീകാരമാണ് സഭയിലുള്ള പ്രായമുള്ളവർ അല്ലെങ്കിൽ അതിന്റെ ദൈവമാക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ കൈവച്ച് എന്നെ അയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ് പോയി സുവിശേഷം പറയണം. 3, യെശയ്യാപ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. യെശയ്യാ 6:8 ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് പിതാവാം ദൈവത്തിന്റെ ഭാരമാണ്. യെശയ്യാ ആലയത്തിൽ ഇരുന്നുകൊണ്ട് യഹോവയുടെ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തിന്റെ ദർശനം, ആലയത്തിന്റെ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും എന്ന് പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ ഈ യെശയ്യാവ് പറയുക, അടിയനെ അയക്കണമേ, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. അതിന് മുമ്പില് എന്തെന്ന് ചോദിച്ചാല്, അവൻ കണ്ട ദർശനം യഹോവയുടെ വിശുദ്ധിയുടെ ദർശനമാണ്. വിശുദ്ധനായ ദൈവം സിംഹാസനത്തിൽ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്.
കരുബുകൾ എന്ന് പറയുന്ന ദൂതവൃന്ദം ചുറ്റും നിന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അത് കണ്ട ഉടനെ യെശയ്യാവും കൂടെ നിന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു. ഞാൻ മർത്തോമാ സഭയിലായിരുന്നപ്പോഴേ നമുക്ക് പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ആ അവസ്ഥകളെ പള്ളിയിൽ കണ്ടിട്ടുണ്ട്. പ്രീസലോ, യഹോവ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ ദൈവമായ കർത്താവേ നീ പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടന്നിട്ടുണ്ട്, അല്ലെ? ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം വരെ മർത്തോമാക്കാരനായിരുന്നു. പിന്നീടാണ് വിശ്വാസത്തിലേക്ക് തന്നെ വന്ന അഭിഷേകം പ്രാപിച്ചതുകൊണ്ട്. നമ്മളിപ്പം പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ അല്ലെന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അപ്പോസ്തലർ 10 അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്, സ്നാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം ഓരോരുത്തരെയും ഓരോ മുഖാന്തരങ്ങളിലൂടെയാണ് തൊടുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ വന്നപ്പോൾ എനിക്ക് സ്നാനപ്പെടാതിരിക്കാൻ പറ്റാതെ വന്നു. പ്രൈസ് ദി ലോർഡ്. അത് പെന്തക്കോസ്ത് ചേരാൻ വേണ്ടി അല്ലായിരുന്നു, വചന അനുസരിക്കാൻ വേണ്ടി. വചനം അനുസരിച്ചപ്പോൾ വചനാനുസൃതമായ ഒരു കൂട്ടം ആരാധിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഞാൻ ദൈവസഭയ്ക്കകത്ത് അംഗമായത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുക, അപ്പൊ എന്നെ ആരും പിടിച്ചോണ്ട് വന്നതോ പെന്തക്കോസ്തുകാര് മനം മയക്കിയും ബ്രെയിൻ വാഷ് ചെയ്തൊന്നും കൊണ്ടുവന്നൊന്നുമല്ല. ദൈവം എന്നെ തൊട്ട് അഭിഷേകം നിറച്ച് സത്യം ഏതാണ്, ആരാധന ഏതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സത്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഭാരമാണ് നമ്മൾ പോയി സുവിശേഷം പറയണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. പിന്നീട് നമുക്കറിയാം സഭയുടെ 1 പത്രോസ് 2:9 പറഞ്ഞിരിക്കുന്നത്, നമ്മെ വിളിച്ച ദൈവത്തെ കുറിച്ച് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്താലാണ് നമ്മൾ സുവിശേഷ ഘോഷണം നടക്കുന്നത്. 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ കർത്താവിന്റെ സ്നേഹം ഗ്രഹിച്ച ഒരാൾ, ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് എന്റെ ദൈവം അയച്ചു തരികയും എനിക്കായി എന്റെ പാവങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിലേക്ക് കയറി തന്റെ സ്നേഹം വെളിപ്പെടുത്തി തന്ന എന്റെ യേശുവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുക. കർത്താവിന്റെ ഒടുവിലത്തെ ആഗ്രഹമല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട മാതാവോ പിതാവോ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ചിട്ട്, മോനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നീ എനിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവനുള്ള കാലത്ത് എങ്ങനെയെങ്കിലും എൻ്റെ അപ്പനും അമ്മയോടും അമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പം മരിക്കുന്നതിന് മുമ്പ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കണം നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് സ്നേഹിക്കുന്ന യേശു അവൻ വിട്ടുപോകുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവർ പ്രസംഗിക്കുകയാണ് ചെയ്തത്. നിങ്ങളൊരു വാക്യം നോക്കൂ, ലൂക്കോസിന്റെ വിശേഷം 16 അധ്യായം 27 വായിക്കുമ്പോൾ ധനവാന്റെയും ലാസറിന്റെയും കഥ അല്ലെ സംഭവം യേശു പറഞ്ഞപ്പോൾ അവിടെ പറയുന്ന ഒരു സത്യമുണ്ട്. ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ അബ്രഹാമിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്നത് ധനവാനായ മനുഷ്യൻ പാതാളത്തിന്റെ യാതനയിൽ കിടന്നുകൊണ്ട് കണ്ടപ്പോൾ അബ്രഹാം പിതാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അബ്രഹാം പിതാവേ, ആ ലാസറിനെ എന്റെ വീട്ടിലേക്ക് അയക്കണം. എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. അവർ ഇവിടെ വരാതിരിപ്പാൻ, ഈ യാതന അനുഭവിക്കാതിരിപ്പാൻ അവർ മാനസാന്തരപ്പെടും അവനെ അയച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ അറിയാം, താൻ ഭൂമിയിൽ ജീവിച്ച നാളിൽ നല്ലവനായി ജീവിച്ചതാ. നന്മ മാത്രമേ ആ ധനവാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് ചോദിച്ചാല്, അവന്റെ വീട്ടുവാതിക്കൽ പട്ടി നക്കുന്ന വ്രണമുള്ള ഒരുത്തൻ കിടക്കാൻ അനുവദിച്ചെങ്കിൽ അവനൊരു മനുഷ്യ സ്നേഹിയല്ലേ? 2, അവന്റെ വീട്ടിലുള്ള ആഹാര സാധനങ്ങളെ നാളുകളായി അവൻ ചാകുന്നത് വരെ ഇട്ടുകൊടുത്തെങ്കിൽ അവനൊരു നല്ല മനുഷ്യനല്ലേ? 3, നരകത്തിന്റെ അടിത്തട്ടിക്കിടന്ന് നരകയാതന അനുഭവിക്കുമ്പോൾ മോളിലോട്ട് നോക്കി അബ്രഹാം പിതാവിനെ അബ്രഹാം പിതാവേ എന്ന് വിളിക്കുന്നത് നല്ലൊരു യഹൂദനായിട്ടല്ലേ? 4, പ്രൈസ് ദി ലോർഡ്. ഈ വേദനപ്പെട്ട് കിടക്കുമ്പോഴും അവൻ വിളിച്ചു പറയുന്നത്, ഈ വ്രണത്തെ ചൊറിഞ്ഞ് വ്രണത്തിന്റെ അഴുക്കെല്ലാം കൂടെ കൈപ്പറ്റിയവന്റെ വിരലിലെ ഒരു തുള്ളി വെള്ളം തന്നുവിട്ടാ ഞാനത് കുടിച്ചോളാം എന്ന് പറയണമെങ്കിൽ എത്ര എളിമയുള്ളവനാ, ലാളിത്യമുള്ളവനാ. നോർത്ത് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അവൻ എന്തുവാ ഇനിയും ഗുണം കേൾക്കണോ? അവൻ പറയാ, ഇത്രയും വേദനപ്പെട്ട് പുഴുവും തീയും ആത്മാവ് അനുഭവിച്ച്, ആത്മാവിന് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും, മരിച്ചാലും രക്ഷപ്പെടത്തില്ല. മരിച്ചാലും ആത്മാവ് ഈ തീയുടെ ചൂടും പുഴുവിന്റെ കടിയും എല്ലാം നരകത്തിൽ അനുഭവിക്കുമെന്ന അവൻ തിരിച്ചറിവുള്ളവനായിരിക്കും. അബ്രഹാം പിതാവിനെ തിരിച്ചറിയും, ലാസറിനെ തിരിച്ചറിയും,
സഹോദരങ്ങളെ കുറിച്ച് ഓർക്കാനുള്ള കഴിവുണ്ടായിരിക്കും. എനിക്ക് 5 സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞു. അവൻ നല്ലവനാണെന്ന് പറയാനുള്ള കാരണമുണ്ട്. അവരിവിടെ വരരുത്. ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടത്തിലേക്ക് ഇനി അവർ വരരുത്. അവരോട് പോയി ലാസറിനെ വിട്ട് പറയണം, നരകം ശരിയാ, സ്വർഗവും ശരിയാ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ട് മരിച്ച ശേഷം എന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അപ്പൊ നമ്മൾ പറയുന്നത് ലൂക്കോസ് 16:27 പറയുന്നത്, സുവിശേഷം അറിയിച്ചാൽ നരകത്തിന്റെ വാതിലിനെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇനി ആരും വരത്തില്ല. ഈ സുവിശേഷം അംഗീകരിച്ചാൽ നിത്യ ശിക്ഷാവിധി അവരെ വിട്ട് ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുന്നവരായി ഇരിക്കണം. ഈ ജൂദ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്, വെളിപ്പാട് പുസ്തകം തൊട്ട് മുമ്പ്. അതിന്റെ 23, 24 വാക്യം നമ്മൾ നോക്കുമ്പം ചിലരുടെ കറ പിടിച്ച തുണി പോലും നാം പകച്ചുകൊണ്ട് ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ പാപജീവിതം ഒന്നും ഓർക്കരുത്. എങ്ങനെയെങ്കിലും അവനെ നാശത്തിൽ നിന്ന് എനിക്ക് വീണ്ടെടുക്കണം എന്ന് ഒരു ദൈവത്തിൽ എപ്പോഴും ആഗ്രഹിച്ചോണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുവിശേഷ ഘോഷണം പറയുവാൻ ായിരിക്കുന്ന ഒരു ശിഷ്യന് അവൻ ഒരു ശിഷ്യന്റെ ഒന്നാമത്തെ അടയാളം അവൻ പഠിച്ചത് മറ്റുള്ളവരോട് പറയാൻ തക്കവണ്ണം എപ്പോഴും ഉത്സുകനായിരിക്കും എന്നാണ് അർത്ഥം. രണ്ടാമത്തെ കാര്യം സ്വല്പം കൂടെ ഒരു ശ്രദ്ധിക്കൂ, ഇച്ചിരി സമയം കൊണ്ടല്ലോ, ഒരു 3-4 മിനിറ്റും കൂടെ ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എല്ലായ്പ്പോഴും യേശുവിന് തന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നവനായിരിക്കും. രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യവും 1 തീമോഥെയോസ് 4-ാം അധ്യായം 4-7 വാക്യവും അനുസരിച്ച് എല്ലാവിധത്തിലുള്ള പാപത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്നും ഒരു വേർപാട് പാലിക്കുന്നവനും തിന്മകളെ ഒഴിവാക്കാനുള്ള സ്റ്റെപ്പുകൾ അവന്റെ ജീവിതത്തിൽ എടുക്കുന്നവനുമായിരിക്കും. പാപത്തിന്റെ മേൽ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ അകത്തളത്തിൽ പകരപ്പെടുന്ന വചനത്താൽ സാധിക്കും ഒരു ക്രിസ്തു ശിഷ്യന് എന്നാണ് അല്ലെ നമുക്ക് വായിക്കാൻ കഴിയും. 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, ദുഷ്ടനായവൻ അവനെ തൊടുന്നതുമില്ല എന്ന് വായിക്കാൻ കഴിയും. അപ്പം പാവം ചെയ്യുന്നവനെ ദുഷ്ടൻ തൊട്ടുകൊണ്ടിരിക്കുമെന്നല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം. 1 യോഹന്നാൻ 5:18-19 അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു വാക്യം. അവിടെ എങ്ങനെ നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറ്റബന്ധം. ഒരു ശിഷ്യന് തുടർച്ചയായിട്ടുള്ള ദൈവവചനത്തിന്റെ ധ്യാനത്തിനുള്ള സമയം ഉണ്ടായിരിക്കും. സങ്കീർത്തനം 27:4, 42-ാം സങ്കീർത്തനം 1-2 വാക്യം, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 17-18 വാക്യം എന്ന് പറഞ്ഞാൽ ദിനം തോറും ദൈവഭക്തിയോടുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിപ്പാനായിട്ട് ആ ഒരു ശിഷ്യൻ എപ്പോഴും താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ അവന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് വായിക്കുന്നത്. അതായത് മർക്കോസ് 1-ാം അധ്യായം 35-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത കാണാൻ കഴിയും. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ പർവ്വതത്തിലേക്ക് കയറിപ്പോയി പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ആ ദിവസം ചെയ്യാനുള്ള സകല കാര്യങ്ങളിലും വ്യാപൃതനാകുന്നതിന് മുമ്പ് ആ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യുവാൻ പിതാവിന്റെ അനുവാദം ചോദിക്കുവാനും ദൈവവചനത്തെ ധ്യാനിക്കുവാനും അവൻ സമയം കണ്ടെത്തിയിരുന്നു യേശു. അപ്പം അന്ന് പകൽ ഉണ്ടാകുന്ന സകല സമ്മർദ്ദങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പിതാവിൽ നിന്നുള്ള ശക്തി സംഭരിക്കുന്ന ഒരു സമയം അതിരാവിലെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാല് എല്ലാ ദിവസവും നമ്മളൊരു 5 മിനിറ്റ് ദൈവവചനം ധ്യാനിച്ചു എങ്കിൽ ആ ദിവസം മുഴുവനും ആ വചനം നമ്മളെ സൂക്ഷിക്കും, അല്ലെങ്കിൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നത് സത്യമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്. നിങ്ങൾക്കും അത് അനുഭവം ഉള്ളതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം വായിക്കാത്ത ദിവസവും ധ്യാനിക്കാത്ത ദിവസവും പ്രാർത്ഥിക്കാത്ത ദിവസവും പ്രാർത്ഥിക്കുന്ന ദിവസവും വചനം ധ്യാനിക്കുന്ന ദിവസവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ പോഷിപ്പിക്കപ്പെടും, വചനത്താൽ പോഷിപ്പിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ കുറവ് വചനമാകുന്ന വിളക്കിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കണ്ടുപിടിപ്പാനും ദൈവത്തോടെ നമുക്ക് സംസാരിപ്പാനും അത് മുഖാന്തരം കഴിയും എന്ന് കാണുകയാണ്.
പിന്നീട് നമ്മൾ ആദ്യ സമയത്ത് നമ്മൾ ക്ലാസിന്റെ ആരംഭ സമയത്ത് പറഞ്ഞു യോഹന്നാൻ 8:31 എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു വിശ്വസ്ത പുരുഷനാണ്, അല്ലെ വിശ്വസ്തമായ വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീർന്നിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഹൃദയത്തെയും മനസ്സിനെയും ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുന്നവരായിരിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് മറ്റു ശിഷ്യരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. അതെവിടെ പറയുന്നത് അറിയാമോ? അപ്പോസ്തലർ 2-ാം അധ്യായം 44-ാം വാക്യം മുതലും 4-ാം അധ്യായം 31-ാം വാക്യം മുതലുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥം രക്ഷിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. യേശു കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നത് നമ്മളെ ദൈവം വിളിച്ചുണർത്തിയതാ. മനസ്സിന്റെ അകത്ത് നമുക്ക് ബോധ്യം തന്നിട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് നമ്മളെ രക്ഷകനായി സ്വീകരിപ്പാൻ വ്യക്തിപരമായ നിലയിലാണ് ദൈവം നമ്മെ സഹായിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. വ്യക്തികളായി രക്ഷിക്കപ്പെട്ട ആത്മീക കല്ലുകളെ ഒരുമിച്ച് കൂട്ടി കർത്താവ് തൻ്റെ സഭയാം കെട്ടിടത്തെ പണിഞ്ഞു കൂട്ടുന്നു. അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതോ വ്യക്തിപരമായാണെങ്കിലും നാം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ. അതിന് വാക്യത്തെളിവ് എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യമാണ്. അവിടെ 10-ാം അധ്യായം 24-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, സമയം അടുക്കുന്നു എന്ന് അറിയുന്തോറും ഇത് നിങ്ങൾ അധികമായി ചെയ്യണം. എന്തിനെന്നറിയാമോ? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ, അന്യോന്യം ഉപദേശിപ്പാനും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ആരാധിപ്പാനുമായി സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പൊ സഭായോഗങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ, അന്യോന്യം ലഭിച്ചിരിക്കുന്ന കൃപകൾ പങ്കുവയ്ക്കാൻ ദൈവം ഒരു അവസരം സഭകളിലൂടെയാണ് നൽകുന്നത്. ഇപ്പൊ കൂട്ടായ്മയിലായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ശിഷ്യൻ എപ്പോഴും ഒരു ദാസ ഹൃദയമുണ്ട്. നമ്മൾ അതിലേക്ക് ഇന്ന് രാത്രിയിൽ കടക്കുന്നില്ല. ശിഷ്യത്വവും ദാസത്വ മനോഭാവവും, പ്രൈസ് ദി ലോർഡ്, ദാസരായിരിക്കുവാൻ നമുക്ക് സന്നദ്ധരാണ് ആണ് വിഷയം. നമുക്ക് ക്രൂശിന്റെ മാർഗം എന്ന് പറയുന്ന ഒരു പുസ്തകം റോയി ഹെസിയൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയൊരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ചാപ്റ്റർ 8 ദാസരായിരിക്കുവാൻ ഒരു ശിഷ്യന് കഴിയണം എന്നതിനെ കുറിച്ച് നല്ലൊരു നോട്ട്സ് ഉണ്ട്. ഈ പുസ്തകം നമുക്ക് CLS-ലൊക്കെ കിട്ടും. ക്രൂശിന്റെ മാർഗം, റോയി ചെറിയൻ, ദ വേ ഓഫ് ക്രോസ്, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്ത് ദാസത്വത്തിന്റെ, ശിഷ്യത്വവും ദാസത്വവും എന്നൊരു ഭാഗമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് സമയമില്ല, അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ശിഷ്യർ ദാസൻ എന്ന് പറയാനുള്ള കാരണം എന്ത്? നമ്മളതായിരിക്കും അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്, സമയമായതുകൊണ്ട്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കണം. 2, ഒരുവന്റെ ജീവിതത്തിൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്, പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൂർണ്ണമാക്കിയില്ലെന്ന് എനിക്കറിയാം, ക്ലാസ് പൂർണ്ണമായില്ല, വളരെ ഇച്ചിരൂടെ വിശദീകരിക്കാനുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് അത് നമ്മൾ മാറ്റുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും അഭിഷേകത്താൽ നിറയ്ക്കുകയും ഈ തലമുറയിൽ ശക്തന്മാരായ ദൈവജനമായിരിക്കാൻ, മറ്റുള്ളവരെ ശിഷ്യരാക്കുവാൻ തക്കവണ്ണം ഉള്ള ആത്മീയ പഠനത്തിൽ താല്പര്യമുള്ളവരായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം അതിനു മുമ്പിൽ നിങ്ങൾക്ക് ഇരിപ്പാനുള്ള മനസ്സ് ദൈവം തന്നല്ലോ. ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ പകരപ്പെട്ടല്ലോ. അതിനായി ഞാൻ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കൂടുതൽ നമുക്ക് ദൈവത്തെ അറിയാം, പഠിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥിച്ചു നിർത്താമോ? ഒരാൾക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താമോ? ആരെങ്കിലും പ്ലീസ്, എനിബഡി, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചോട്ടെ. യെസ്, ഷുവർ. സ്തോത്രം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ വചനം പഠിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
അങ്ങയുടെ വൃത്തിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവെ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി പഠിപ്പിക്കുവാനുള്ള കൃപ അങ്ങയുടെ വൃത്തിന്റെ മേൽ വീണ്ടും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ കർത്താവെ ഹല്ലേലൂയ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കി കർത്താവെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം അറിയിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ ദൈവമേ അങ്ങ് ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ കർത്താവെ നിങ്ങൾ അതിൽ ഹല്ലേലൂയ പലപ്പോഴും കർത്താവെ വൈമനസ്യം കാണിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളോട് ഹല്ലേലൂയ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സുവിശേഷം അറിയിക്കാനുള്ള കർത്തവ്യം ഞങ്ങളുടെ മേൽ ഉണ്ടല്ലോ. ഇതിനായി ഞങ്ങളെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.